കുറേ പേരെൻ്റെ പേഴ്സണൽ ഇൻബോക്സിലൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഷാൻ റഹ്മാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? മൂപ്പൻസ് വ്ളോഗിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കോണ്ടന്റ് എന്തുകൊണ്ട് സീക്രട്ട് ഏജൻറ്റ് ചെയ്തില്ല എന്നുള്ളത്. ആക്ച്വലി നിജു എന്ന് പറഞ്ഞ വ്യക്തി ഷാൻ റഹ്മാൻ്റെ കൂടെ ഉയരെ എന്ന് പറഞ്ഞ ഷോ കഴിഞ്ഞ ജാനുവരി 25 കൊച്ചിയിൽ വെച്ച് ചെയ്ത ഈ ഒരു പെർട്ടിക്കുലർ ഷോൻ്റെ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറായിട്ട് ഇവരുടെ എല്ലാ പബ്ലിസിറ്റി ചെയ്ത എല്ലാ പോസ്റ്റേഴ്സിലും എല്ലാ പോസ്റ്റുകളിലും ഒക്കെ ടാഗ് ചെയ്തതും അതിനകത്ത് ഇവരുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ വെച്ചതുമായ അറോറ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ നിജു എന്നെ കോണ്ടാക്ട് ചെയ്ത് നിജുവും ഞാനും സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ഇഷ്യൂ, ഒരു ഇൻസിഡൻ്റാണ് നിങ്ങൾ ഈ പറയുന്ന ഷാൻ റഹ്മാൻ റിലേറ്റഡ് ആയിട്ട് മൂപ്പൻ വ്ളോഗിലൊക്കെ നിങ്ങൾ ഒരുപാട് പേര് കണ്ടു കാണും. നല്ല വ്യൂ പോയൊരു പെർട്ടിക്കുലർ കോണ്ടൻ്റാണത്. അതിനകത്ത് ദുൽഖറിൻ്റെ സ്റ്റോറിയിൽ വരെ വന്നില്ലേ, അതിലും കൂടുതൽ എന്താ വേണ്ട ഒരു പ്രൊമോഷന് എന്നുള്ള രീതിയിൽ ഷാൻ റഹ്മാൻ സംസാരിക്കുന്നു. അങ്ങനെ കുറേ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാനെടുത്ത് രണ്ടാമത് ഇവിടെ വെക്കുന്നില്ല. ഞാൻ ഒരു 12 13 മുതൽ ഈ ഇഷ്യൂസ് നിജുവിൻ്റെ പ്രോപ്പറായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിജു ഓരോ കാര്യങ്ങളും എന്നോട് 12 13 മുതൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കുറച്ചധികം തിരക്കിലായിരുന്നു ആ ടൈമിൽ എന്നുള്ളത് കൊണ്ട് തന്നെ നിജുവിനോട് കംപ്ലീറ്റ് കാര്യങ്ങളും എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സമയം, ഒരു ടൈം ഫ്രെയിമും എനിക്ക് കിട്ടിയില്ല. ഞാൻ നിജുവിനോട് പറഞ്ഞു 15 ഞാനൊരു പേഴ്സണൽ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിജുവിനെ വന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ 15 ഞാൻ നിജുവിനെ പോയി കണ്ടിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ സൈഡിൽ വെച്ചിട്ടുള്ളത്. വീഡിയോ ഇതിന് ശേഷം പ്ലേ ആവും. നിജുവിൻ്റെ വേർഷനാണ്. ഷാൻ റഹ്മാൻ, നിജു ഇവർ രണ്ടുപേരും ഈ ഉയിരെ എന്ന് പറഞ്ഞുള്ള ഷോ നടത്തിയതിന് ശേഷം പൈസ സെറ്റിൽ ചെയ്യാനുള്ള ആ ഒരു ഇഷ്യൂ, പൈസ ഷാൻ റഹ്മാൻ നിജുവിന് ഇതുവരെ കൊടുത്തില്ല, ഷോ സക്സസ്ഫുള്ളാണ് എന്നുള്ള ടേംസിൽ നിജുവിന് പ്രൊഡക്ഷൻ്റെ പൈസ ₹1 കിട്ടിയില്ല എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ നിജുവിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ നിജുവിൻ്റെ സൈഡ്, നിജുവിന് എന്താണ് പറയാനുള്ളത്, നിജു എന്തൊക്കെയാണ് എന്നോട് സംസാരിച്ചത് എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ വയ്ക്കാം. അതിനു മുമ്പ് ഞാനിതൊരു ഇൻട്രൊഡക്ഷൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൽ 2 സൈഡും കേൾക്കാനാണ് സമയമെടുത്തത്. ഓക്കെ, 15 നിജുവിനെ നേരിട്ട് കണ്ട് നിജുവിൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാ പേപ്പേഴ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സും ഞാൻ നോക്കി. നിജുവിൻ്റെ വാട്സാപ്പ് അടക്കം ഇവരുടെ എല്ലാ കമ്മ്യൂണിക്കേഷനും നോക്കി. ഇവരുടെ വോയിസും എല്ലാ സാധനങ്ങളും എടുത്ത് നോക്കിയതിന് ശേഷം ഷാൻ റഹ്മാനെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് ഷാൻ റഹ്മാനോട് സംസാരിച്ചതിന് ശേഷം ഷാൻ റഹ്മാൻ്റെ വൈഫിനോട് സംസാരിച്ച് അവരുടെ വേർഷനും കൂടി കേട്ടിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഫൈൻ. അപ്പോൾ ഇതൊരു വെരി ലോങ് വീഡിയോ ഉള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിജു ആണ് എൻ്റെ അടുത്ത് ആദ്യം അപ്രോച്ച് ചെയ്തത്. ഈ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിൽ ഇങ്ങനൊരു ചതി എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ഷാൻ റഹ്മാൻ്റെ ഉയിരെ എന്ന് പറഞ്ഞ ഷോൻ്റെ ആ ഒരു കംപ്ലീറ്റ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ചിലവുകളും എടുത്തത് ഞാനാണ്, എൻ്റെ കമ്പനിയാണ്. സോ അതുകൊണ്ട് എനിക്ക് ഈ ഷോ സക്സസ്ഫുള്ളായിട്ട് അവർക്ക് നല്ല റവന്യൂ കിട്ടിയതിന് ശേഷവും അവരെനിക്കൊരു കാശും തന്നില്ല. ഞാൻ ഭയങ്കര പ്രശ്നത്തിലാണ്. എൻ്റെ വൈഫിൻ്റെ സ്വർണ്ണം അടക്കം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ഷോ നടത്തിയത്. എനിക്ക് ഭയങ്കര ലോസാണ്, പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ലൈഫ് ലിറ്ററലി ഞാൻ തീരുമെന്നുള്ളൊരവസ്ഥയിലാണ് ഞാൻ സായിബ്രോനെ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഒരു FIR-ഉമായിട്ടാണ് എൻ്റെ അടുത്ത് നിജു വരുന്നതും ഞാൻ നിജുവിനായിട്ട് സംസാരിച്ചു തുടങ്ങുന്നത്. ഈ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയുന്നു, ഇതിൽ കൃത്യമായ FIR നിജു കൊടുത്തിട്ടുണ്ട്. FIR-ലെ ഡീറ്റെയിൽസ് ഞാനിവിടെ വായിക്കാം. പ്രതികൾ ആവലാതിക്കാരന് വിശ്വാസവഞ്ചന നടത്തി ചതി ചെയ്ത് അന്യായ ലാഭവും ആവലാതിക്കാരന് അന്യായ നഷ്ടവും സംഭവിക്കണമെന്നുള്ള ദുരുദ്ദേശത്തോടും കരുതലോടും കൂടി 1-ാം പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള എറ്റേണൽ റേ എന്ന മ്യൂസിക് ട്രൂപ്പിൻ്റെ ഉയിരെ 2025 എന്ന പേരിൽ ഒരു മ്യൂസിക് പ്രോഗ്രാം 23/1/2025 തീയതി തേവര സ്കൂൾ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയിരുന്നത് 1 മുതൽ 2 വരെ കൂടിയ പ്രതികൾ ചേർന്ന് 38 ലക്ഷം രൂപ ടിക്കറ്റ് വിൽപ്പനയിൽ നിന്ന് ബുക്ക് മൈ ഷോ വഴി തുക ലഭിക്കുന്ന മുറയ്ക്ക് തന്നുകൊള്ളാം
എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 25/1/2025 തീയതി പ്രോഗ്രാം നടത്തിയ ശേഷം കരാർ പറഞ്ഞ പണം നൽകാതെ ആവലാതിക്കാരന് അന്യായ നഷ്ടം വരുത്തി വിശ്വാസവഞ്ചന നടത്തി ചതി ചെയ്ത കാര്യം എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് FIRൽ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ഇൻഫർമേഷൻ കോണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, FIRൻ്റെ ഉള്ളടക്കം ഞാനിവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു FIRും കൂടി ഉള്ളത് കൊണ്ടാണ് പെർട്ടിക്കുലർലി ഞാൻ ഈ ഒരു വിഷയത്തിൽ ഇൻട്രസ്റ്റ് കാണിച്ചതും. പിന്നെ എനിക്ക് 2 സൈഡ് ഇതിൽ കേൾക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഷാൻ റഹ്മാൻ്റെയും വൈഫിൻ്റെയും അവരുടെ ഒരു വേർഷനും കേട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത് ഷാൻ റഹ്മാൻ്റെയും വൈഫിൻ്റെയും വേർഷൻ കേൾക്കുന്നതിന് മുമ്പ് നിജു എന്നോട് സംസാരിച്ച കാര്യങ്ങൾ, ആ ഇൻസിഡൻറ്റ് നിജു എന്നോട് നറേറ്റ് ചെയ്തത് ഞാനിവിടെ പ്ലേ ചെയ്യാം. സോ ഗൈസ്, ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ നിജു ബ്രോനെ കൂട്ടിയിട്ടാണ്. നിജു ബ്രോ ആരാ, എങ്ങനെയാ, എന്താ വിഷയം ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു എൻറ്റയർ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ദിസ് ഈസ് സംതിങ് റിലേറ്റഡ് ഷാൻ റഹ്മാൻ, നമുക്കെല്ലാവർക്കും അറിയുന്ന മ്യൂസീഷ്യൻ ഷാൻ റഹ്മാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനാണ്. അപ്പോൾ നിജു ബ്രോ ശരിക്കും വീട് എവിടെയാണ്? കൊല്ലം. ഓക്കെ, എത്ര കാലമായിട്ട് കൊച്ചി? ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു 4 year ആയിട്ട് കൊച്ചിയിൽ തന്നെയാണ് ഉണ്ട്. പക്ഷേ ഓൾ ഓവർ സൗത്ത് ഇന്ത്യ ഫുള്ള് നമ്മൾ ലൈവ് പ്രൊഡക്ഷൻ ലൈവ് കോൺസേർട്ട് ചെയ്യാറുണ്ട്. ലൈവ് ഇവന്റ്സ് ചെയ്യാറുണ്ട്. മ്യൂസിക് ഇവന്റ്സ്, ഫാഷൻ ഷോസ് എല്ലാം ചെയ്യാറുണ്ട്. പ്രൊഡക്ഷൻ അതൊരു 10 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. കമ്പനിയുടെ പേര് അറോറ എന്റർടൈൻമെന്റ്. ഇവരുടെ ഒരു ഷോ ഉണ്ടായിരുന്നു, അറോറ എന്റർടൈൻമെന്റ് പ്രൊഡ്യൂസ് ചെയ്ത്. അതെ, ഷാൻ റഹ്മാനും ബാക്കി ടീമും കൂടിയുള്ള. ഷാൻ റഹ്മാന്റെ കമ്പനിയുടെ പേര് ആക്ച്വലി അതിനകത്ത് എനിക്കൊരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല. ബിക്കോസ് അവർ എന്നോട് പറഞ്ഞ് ഇറ്റേണൽ റേ പ്രൊഡക്ഷൻ എന്നാണ് ഷോ ചെയ്യുന്നതെന്നാണ്. പക്ഷേ പേയ്മെൻറ്റുകളെല്ലാം പോന്നിട്ടുള്ള SRMC എന്നും പറഞ്ഞൊരു പാർട്ണർഷിപ്പ് ഫേമിലോട്ടാണ്. അപ്പം പബ്ലിക്കിനിടയ്ക്ക് ഇറ്റേണൽ റേ ആണ് ഷോ ചെയ്തതെന്നാണ്. പക്ഷേ എഗ്രിമെൻറ്റും ബാക്കി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ എല്ലാം നടന്നിരിക്കുന്നത് SRMCയിലാണ്. അപ്പം എന്താണെന്നുള്ള കറക്റ്റ് ക്ലാരിറ്റി എനിക്കറിയില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ലൈറ്റർ വേർഷൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഇരിക്കുന്ന നിജു ബ്രോ ഷാൻ റഹ്മാനുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു ഷോ ചെയ്യാണ്. ഓക്കെ, ഷോയുടെ പേര് ഉയരെ 25. ഉയരെ ഹാപ്പൻഡ് ഇൻ ദുബായ് ഓൾസോ. ദുബായിലാണ് ഫസ്റ്റ് ടൈം ഈ ഷോ നടന്നത്. സെക്കൻഡ് ഷോ നടക്കുന്നത് കൊച്ചിയിലാണ്. അപ്പം അതിൻ്റെ ഷോൻ്റെ ഭാഗമായിട്ട് ഷാൻ റഹ്മാൻ, വിനീത് ശ്രീനിവാസൻ, പിന്നെ സിത്താര, അരവിന്ദ്, ഹരിശങ്കർ, ആങ്കർ ജിയോ ആങ്കർ. സോ ഒരു ലക്ഷ്മി സ്റ്റാർ സ്റ്റഡഡ് ഷോ ആയിരുന്നു അല്ലേ? അതെ. സക്സസ്ഫുൾ ആയിരുന്നു. നല്ല ക്രൗഡ് 6,000 above ക്രൗഡ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ടിക്കറ്റ് സെയിലൊക്കെ അതെ, ഓൾമോസ്റ്റ് ഒരു നമ്മുടെ ടിക്കറ്റിന്റെ ഡീറ്റെയിൽസ് മൊത്തം ബുക്ക് മെഷീനിൽ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നാലും ഫുൾ ഹൗസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഷോ നടത്തുന്നു. ഷോ നടത്തിയതിന് ശേഷം ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു, നിങ്ങൾക്കിപ്പോൾ കിട്ടിയ പൈസ ഡിഡക്റ്റ് ചെയ്തിട്ട് എത്ര രൂപ ഉണ്ട്? നിലവിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇവർക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ 38 lakhs സ്പെൻഡ് ആയിട്ടുണ്ട്. ഈ ഷോയ്ക്ക് സ്പെൻഡ് ആയിട്ടുണ്ട്. അതിലൊരു 5 lakh സംതിങ് ഇല്ല, അത് അല്ലാതെ തന്നെ പോയിട്ടുണ്ട്. അതെ, ആ പോയ എമൗണ്ട് തിരിച്ചവർ ഇട്ട് തന്നു. അതായത് ഒരു പോർഷനിലെത്തിയപ്പോഴത്തേന് ഇവർ പൈസ സ്പെൻഡ് ചെയ്യാതെ മാർക്കറ്റിംഗ് സ്റ്റോപ്പായി നിന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു 5,90,000 മേടിച്ചിട്ട് 5 lakhs തിരിച്ചിട്ടുണ്ട്. അതെ, അത് ഈ പ്രൊഡക്ഷനോട് യാതൊരു ബന്ധമില്ല. ഈ ഫ്രെയിമിൽ നടന്ന് ഷാൻ റഹ്മാന്റെ അക്കൗണ്ടിലേക്ക് പോയതായതുകൊണ്ട് അതെ അവരത് തിരിച്ചു തന്നു. അതിനകത്ത് 5 lakhs തിരിച്ചു തന്നു. നിജു ബ്രോന്റെ പ്രൊഡക്ഷൻ കമ്പനി ഇവരുടെ ഉയരെ എന്ന് പറഞ്ഞ ഷോ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ആർട്ടിസ്റ്റിന്റെ കംപ്ലീറ്റ് പേയ്മെന്റും കാര്യങ്ങളും എല്ലാം അല്ലേ? അതെല്ലാം അവർ 25 lakhs 25 ലാൻഡ് ഡീൽ മീൻസ് അവർ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ചേർത്തിട്ട് ഫുഡ് എല്ലാം ഇൻക്ലൂഡിങ് ചെയ്തിട്ടാണ് 25 lakhs ആണ് അവരുടെ കോസ്റ്റ് എന്നോട് പറഞ്ഞിരുന്നത്. അത് അവർ ചെയ്തു. അവർ ചെയ്തിട്ടില്ല. അവരുടെ ആർട്ടിസ്റ്റുകളുടെ ട്രാവല്, ഫുഡ്, അക്കോമഡേഷൻ ഇതെല്ലാം ഞാനാണ് ചെയ്തത്. അതെ, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് വാസ് 25 lakhs അവരെ ലാൻഡിങ് ഇതടക്കം അവർ ചെയ്യണം എന്നായിരുന്നു. പക്ഷെ അതിൽ അവര് ട്രാവലും ബാക്കി താമസവും ഒന്നും അവർ ചെയ്തില്ല. പക്ഷെ ആർട്ടിസ്റ്റിന്റെ ബാക്കി പേയ്മെന്റ്സ് അവർ കൊടുത്തു ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട് 25 lakhs ആണ്. എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു പറഞ്ഞ എമൗണ്ട്. അതെ. ബാക്കി അത് കഴിഞ്ഞ് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് വന്ന ബാക്കി സ്റ്റേജ്, ലൈറ്റ്, സൗണ്ട്, LED വോള്,
പാർക്കിംഗ് ഗ്രൗണ്ട് റെൻറ്റ്, ബൗൺസേഴ്സ്, പോലീസ് അല്ലെങ്കിൽ പെർമിഷൻസ്, പോലീസ് പെർമിഷൻസ്, ഫയർ ആൻഡ് സേഫ്റ്റി പെർമിഷൻസ്, PW പെർമിഷൻസ്, കോർപ്പറേഷൻ പെർമിഷൻ, എൻ്റെ അക്കൗണ്ടിൽ വരാത്ത എമൗണ്ടിന് വരെ ഇവരെന്നെ കൊണ്ട് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് അടപ്പിച്ചു കോർപ്പറേഷനിൽ. കാരണം ബുക്ക് മൈ ഷോൻ്റെ എമൗണ്ട് മൊത്തം വന്നത് SRMCയിലെ അക്കൗണ്ടിലോട്ടാണ് പോയത്. അതിന് വരെ ഇവരെന്നെ കൊണ്ട് ടാക്സ് അടപ്പിച്ചു. അത് പറ്റിക്കണമെന്ന് ടോട്ടൽ അപ്പോൾ എമൗണ്ട് ഓൾമോസ്റ്റ് ഒരു ഇപ്പം 38 lakhs സ്പെൻഡായി നിലവിൽ. ഇനിയും ചെറിയ എമൗണ്ടിൽ കൊടുക്കാനുണ്ട്. ഈ ഷോന്റെ ഭാഗമായിട്ട് 38 ലക്ഷം രൂപ സ്പെൻഡ് ആക്കിയ ഒരു മനുഷ്യനാണ് ഇരിക്കുന്നത്. അത് ഫുൾ അക്കൗണ്ട് ത്രൂ തന്നെ, ഫുൾ അക്കൗണ്ട് ത്രൂ. ഈ മനുഷ്യൻ ഇന്നൊരു FIR കൊടുത്തതും കൊണ്ടാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഈ മനുഷ്യൻ്റെ ഒരു FIR ഉണ്ട്. ആ FIRൻ്റെ കോപ്പി ഞാനിവിടെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഇതിനകത്ത് ഈ വ്യക്തി കൊടുത്ത കേസ് ഷാൻ റഹ്മാൻ്റെ വൈഫിനും ഇത്, അതെ, സൈറ ഷാൻ, ഇവർക്കെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത്. കേസ് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കേസ് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളത് ബ്രോ എന്നോട് ഫസ്റ്റ് ഇവരുടെ ബാൻഡിൻ്റെ മാനേജർ എന്നുള്ള രീതിയിൽ നെവിൽ എന്നെ അപ്രോച്ച് ചെയ്തു. നമുക്ക് ഇങ്ങനെ കൊച്ചിയിൽ ഷോ വരുന്നുണ്ട്, ഇതിൻ്റെ പ്രൊഡക്ഷൻ ഫുള്ള് ചെയ്തു തരണമെന്ന് പറഞ്ഞാണ് എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അവർ ഫസ്റ്റ് അപ്രോച്ച് ചെയ്ത് ആ ഷോ അന്നൊരു വയനാടിൻ്റെ കേസ് മീൻസ് മണ്ണിടിച്ചിൽ കാരണം പോസ്റ്റ്പോണ്ട് ചെയ്ത് January 25 പോസ്റ്റ്പോണ്ട് ചെയ്തു എന്ന് പറഞ്ഞു. ജാനുവരിയിലോട്ടെന്ന് പറഞ്ഞു, ഡേറ്റ് കൺഫേം പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ എന്നെ നവംബർ ഒരു ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പോൾ വീണ്ടും എന്നെ നെവിൽ കോൺടാക്ട് നമ്മൾ January 25 ചെയ്യാൻ തീരുമാനിച്ചു. നിജു ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യണം, നമുക്ക് സൈറ മാമുമായിട്ട് ഷാൻകര വൈഫായിട്ട് ഇത്തയായിട്ടൊന്ന് മീറ്റ് ചെയ്യണം നിജു എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവർ SRMC ആയ പാലാരിവട്ടത്ത് വിളിപ്പിച്ചു. അവിടെ വെച്ചൊരു മീറ്റ് ചെയ്ത് ഞാൻ കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമുക്കൊന്ന് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പ്രൊഡക്ഷൻ കോസ്റ്റ് വേണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ എൻ്റെ കോസ്റ്റ് ഫുൾ പ്രൊഡക്ഷൻ കോസ്റ്റ് എല്ലാവർക്കും കൊടുത്തു. ആ സമയത്ത് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് എന്ന് പറഞ്ഞു. അതിന് ശേഷം എൻ്റെ അടുത്ത് ഇങ്ങനെ നെവിൽ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ എന്നെ കൊണ്ട് ആൾറെഡി പ്രൊഡക്ഷൻ വർക്ക് ഡിസൈൻ പാർട്ടെല്ലാം ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എന്നോട് ചെയ്യാൻ പറഞ്ഞായിരുന്നു, ഡിസൈനും കാര്യങ്ങളെല്ലാം വേണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് ഒരു സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചായിരുന്നു. ആ സമയത്ത് നെവിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിജു പിന്നെ നമുക്ക് ഇതൊന്ന് ചിലപ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത്. ഞാൻ പറഞ്ഞു ആൾറെഡി പ്രൊഡക്ഷനിലെ വർക്ക് എന്താ സീൻ എന്താണെന്ന് വെച്ചു. അപ്പം പറഞ്ഞ് ചിലപ്പോൾ ഒരു സ്പോൺസറിൻ്റെ ഒരു ഷിപ്പിൻ്റെ ഒരു ചെറിയൊരു ഇതാണ്, ചിലപ്പോൾ ഒന്ന് പോസ്റ്റ്പോണ്ട് ചെയ്യേണ്ട, അങ്ങോട്ട് പോസ്റ്റ്പോണ്ട് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പം ചോദിച്ച് നമുക്കെന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാം, പ്രൊഡക്ഷൻ ഫുള്ള് ഞാൻ ചെയ്തു തരാം, ആർട്ടിസ്റ്റിൻ്റെ കോസ്റ്റ് നിങ്ങളും എടുക്കുക എന്നുള്ള രീതി ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നത് നിങ്ങളുടെ ഉയരുടെ കോസ്റ്റ് എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ തിരക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അതിനുശേഷം നെവിൽ പറഞ്ഞു ഉയരുടെ കോസ്റ്റ് 25 lakhs ആണെന്ന് പറഞ്ഞു. വാട്സാപ്പിൽ വന്ന, അതെ, വാട്സാപ്പിലാണ് സ്ക്രീൻ, അതെ, 25 lakhs ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം 25 lakhs ഇൻക്ലൂഡിങ് ലാൻഡ് ഡീലായിട്ട് തരുവാണെങ്കിൽ നമുക്കിത് പാർട്ണർഷിപ്പിൽ ചെയ്യാൻ ഞാൻ ഓക്കെയാണെന്ന് പറഞ്ഞു. 60-40 അല്ല, അത് പിന്നാണ്, അതായത് അവർ പിന്നാണ് സ്പോൺഷിപ്പ് വന്നതിന് ശേഷം 60-40 ഞാൻ ചെയ്യാൻ ഓക്കെയാണെന്ന് പറഞ്ഞു. അപ്പം പറയും ഇത് നെവിൽ സംസാരിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ഷാനിക്കയായിട്ടും സൈറ മാമയായിട്ടും ഞാൻ സംസാരിക്കാൻ വരുന്നുള്ളൂ എന്ന് നെവിലിനോട് പറഞ്ഞു. നെവിൽ 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിജു ഇത് ഓക്കെയാണ്, അവർ 25 lakhs ലാൻഡ് ഡീൽ തരാൻ ഓക്കെയാണ്, നിജു ഷോ ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു ശരി, ഞാൻ നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരിട്ട് പോയി സംസാരിക്കുകയും അവരിതെല്ലാം ഓക്കെ പറയുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് സൈറ മാമിനെ നേരിട്ട് കാണണം, നിജു ഒന്ന് മീറ്റ് ചെയ്യണം, എനിക്ക് ഒരു സ്പോൺഷിപ്പൊക്കെ ആയിട്ടുണ്ട്, നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ നേരിട്ട് വരണമെന്ന് പറഞ്ഞു. ശരി മാം, എവിടെയാണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു സൈറ മാം പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞ് നിജു നമുക്ക് ഫ്ലാറ്റിൽ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നെവിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ആ നെവിലും ഷാനിക്കും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിജു ഞങ്ങൾക്കൊരു 35 lakhs സ്പോൺഷിപ്പ് ആയിട്ടുണ്ട്, അതുകൊണ്ട് പ്രോഫിറ്റിൻ്റെ 40% കൂടെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പം ഒരു 35 lakhs സ്പോൺഷിപ്പ് കൊണ്ടുവരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ സേഫ് സോണം, ബാക്കി ടിക്കറ്റിൽ നിന്ന് മാത്രം നല്ല രീതിയിൽ പുഷ് ചെയ്താൽ മതിയല്ലോ. അത് കൂടാതെ തന്നെ ഞങ്ങൾക്കൊരു ടീമുണ്ട്, ഞങ്ങൾ മാർക്കറ്റിംഗ് ക്രിയേറ്റീവ്സും ഞങ്ങൾ തന്നെ ചെയ്തു തരാമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഇതനുസരിച്ച് നെവിൽ എല്ലാവർക്കും മെസ്സേജ് അയച്ചു കൊടുത്തു, ഇതായിരിക്കും ഡീൽ വെച്ചിട്ട് എഗ്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ എഗ്രിമെൻ്റ് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഡിലേ ആക്കിക്കൊണ്ടേയിരുന്നു. ഞാൻ ചോദിക്കും തോറും അവിടെ ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്ന ആൾ ബിസിയാണ്, അല്ലെങ്കിൽ സുഖമില്ല, പിന്നെ മഹേഷ് നാരായണൻ്റെ ഷൂട്ടിൽ മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ അഭിനയിക്കുന്നത് അതിലെന്തോ ടീം വർക്ക് ചെയ്യുന്നുണ്ട് നിമിഷ എന്ന് പറയുന്ന വ്യക്തി, അതുകൊണ്ട് ഫുൾ ടോട്ടൽ ബിസിയാണ്, ഓരോ കാരണങ്ങളാൽ ഡിലേ ആക്കി എത്തിയിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നെവിലിൻ്റെ അടുത്ത് പറഞ്ഞു ഷാനിക്കയും വൈഫൊക്കെ ഡിസംബർ ക്രിസ്മസിന് ഹോളിഡേക്ക് ദുബായിക്ക് പോകുകയെന്ന് അറിഞ്ഞു. അപ്പോൾ അതുവരെ എനിക്ക് എഗ്രിമെൻറ്റ്, ഞാൻ നവംബർ 26 തൊട്ട് എഗ്രിമെൻറ്റ് ചോദിക്കുന്നു. അപ്പോൾ അതുവരെ ചോദിക്കാതെ ഞാൻ ഡയറക്റ്റ് നേരിട്ട്
വീണ്ടും ഞാൻ ഫ്ലാറ്റിൽ ചെന്നിട്ട് എഗ്രിമെൻറ്റ് ചോദിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്ന് നിമിഷമായിട്ടൊരു കോൾ വൈകുന്നേരം ഉണ്ട് നിജു, ഇന്ന് വൈകുന്നേരം എഗ്രിമെൻറ്റ് വരാമെന്ന് പറഞ്ഞു. പക്ഷെ അന്നും എഗ്രിമെൻറ്റ് വന്നില്ല. ഇവർ ദുബായിക്ക് പോയി. പിന്നെ ഞാൻ ഹോളിഡേ ട്രിപ്പായിട്ട് കൊണ്ട് ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തിയൊന്നുമില്ല. അല്ലാത്ത കാര്യങ്ങൾ ഷാനിക്കയും സൈറ മാമ എന്നെ വിളിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതിനെപ്പറ്റി ഒന്നും വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ദുബായിൽ നിന്ന് എനിക്ക് തോന്നുന്നു ജാനുവരി 7th or 8th വന്നതിൻ്റെ പിറ്റേ തന്നെ ഞാൻ ഡയറക്റ്റ് പോയി വീണ്ടും എനിക്ക് എഗ്രിമെൻ്റ് ഇല്ല, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, എനിക്ക് എഗ്രിമെൻറ്റ് വേണമെന്ന് പറയുന്നു. തരാൻ നിജു ഒക്കെ നിമിഷം നാട്ടിൽ വന്നിട്ടുണ്ട്, നമുക്ക് ഉടനെ തന്നെ എഗ്രിമെൻ്റ് ആക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എഗ്രിമെൻ്റ് ഒന്നും ആക്കാൻ വന്നപ്പോഴത്തേന് ഞാൻ നിമിഷം എടുത്ത് ജാനുവരി 13th 13th നിമിഷം വിളിച്ചിട്ട് പറഞ്ഞു, നിമിഷം ഞാൻ ഇത് ബാക്കൗട്ട് ചെയ്യുക, ഞാൻ അത് ചെയ്യുന്നില്ല, മുമ്പോട്ട് പോകാൻ ചെയ്യാൻ താല്പര്യമില്ല, അത് കിട്ടാത്തതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നിമിഷം എൻ്റെ നിജു അങ്ങനൊന്നും വിചാരിക്കേണ്ട, നീ ഒരു കാര്യം, നിനക്ക് എന്തുണ്ടെങ്കിലും ഷാനിക്കായിട്ട് സംസാരിക്കാം, നീ ഡയറക്റ്റ് ഷാനിക്ക് വിളിച്ച് ഈ കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ അതുവരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷാനിക്കായിട്ട് സംസാരിക്കാറില്ലായിരുന്നു. ഞാൻ ഡയറക്റ്റ് ഷാനിക്ക് വിളിച്ചു. ഷാനിക്ക് എനിക്ക് നേരത്തെ സംസാരിക്കുന്നു, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഇങ്ങനെ കുറേ കമ്മ്യൂണിക്കേഷൻ. ഷാനിക്ക് എനിക്ക് വാട്സപ്പിൽ തന്നെ ഞാൻ സ്റ്റുഡിയോയില ചെറിയ വർക്കിൽ നിൽക്കുക, നീ ഒരു കാര്യം ചെയ്യും, നാളെ 12 മണിക്ക് നീ സ്റ്റുഡിയോയിൽ ഇട്ടോ, എനിക്ക് ലൊക്കേഷനും സ്കൈലൈൻ ഫ്ലാറ്റിൽ കയറുള്ള എൻട്രി ഉണ്ട്, അതെല്ലാം അയച്ചിട്ട് നീ നാളെ 12 മണിക്ക് സ്റ്റുഡിയോയിൽ പോകുമ്പോൾ നേരിട്ടിരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഈ കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഷാനിക്കെടുത്ത് പറഞ്ഞു. ഷാനിക്കോട് ഒന്നും നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഞാൻ ഇത് നാളെ 2 ദിവസം കൊണ്ട് തന്നെ ക്ലിയർ ആക്കി തരാമെന്നാണ് ഷാനിക്ക എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ അപ്പം തന്നെ ഈ കാര്യം നെവിലിനെയും പിന്നെ ആകാശ് നിമിഷം വിളിച്ച് പറഞ്ഞാൽ ഷാനിക്കെ കണ്ടു. അസീബൊക്കെ ഉണ്ട്, അസീബൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഷാനിക്കെ കണ്ടു, ഈ കാര്യങ്ങളൊക്കെ ഷാനിക്ക 2 ദിവസം ക്ലിയർ ആക്കി തരാമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ടും 2 ദിവസമായിട്ടും ഇതൊന്നും റെഡിയാവുന്നില്ല. റെഡിയാവാതെ വന്ന സമയത്ത് ഞാൻ വീണ്ടും ജാനുവരി 18 ആണ് 19 പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. 18 രാവിലെ ഷാനിക്ക വിളിച്ചിട്ട് പറഞ്ഞു, ഷാനിക്ക ഇനി ഞാൻ ഇല്ല, ഇത്ര നാൾ ഞാൻ വെയിറ്റ് ചെയ്തു ഷാനിക്ക, ഇനി ഞാൻ ഇല്ല ഷാനിക്ക, എൻ്റെ അവസ്ഥ എൻ്റെ 1 രൂപ പോലും കളയാനില്ല, കാരണം ആ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് ഷാനിക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ഷാനിക്ക പറഞ്ഞിടാ, നമുക്കിന്ന് 18 ഈവനിങ് സീക്രട്ട് ഹാർട്സിലൊരു ഇവൻ്റ് ഉണ്ട്, ആ ഇവൻ്റ് കഴിഞ്ഞിട്ട് നമുക്കിരിക്കാം. അങ്ങനെ ഷാനിക്കയും വൈഫും മോനും കൂടെ അവിടെ വരികയും അവരെ പറഞ്ഞിട്ടിട്ട് ഞാനും ഷാനിക്കയും ആകാശും കൂടെ വേറെ ഇരിക്കാനായിരുന്നു പ്ലാൻ. കാരണം ഇതറിയാവുന്ന ഒരാളും കൂടെ വേണമെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ആകാശിനെ കൂടെ കൂട്ടിയത്. കാരണം ഇത് അറിഞ്ഞിരിക്കുന്ന ഒരാളും കൂടെ വേണമല്ലോ. അപ്പോൾ എപ്പോഴും ഞാനും ഷാനിക്കയും മാത്രം സംസാരിച്ചാലും ഞാനും സൈറ മാമ മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ആകാശിനെ വിളിക്കുകയും ആകാശിൻ്റെ കൂടെ വരികയും ഞങ്ങൾ കാക്കനാട് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് കണ്ടു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഷാനിക്ക ഇങ്ങനെയാണ്, ഞാൻ ഇനി ചെയ്യാനില്ല ഷാനിക്ക. അപ്പം പറഞ്ഞിട്ടാ, നമ്മൾ ഇത്രയൊക്കെ ആയില്ലേ, നമുക്കിത് ബാക്കൗട്ട് വേണ്ട, നിൻ്റെ പ്രശ്നങ്ങളെല്ലാം നാളെ കൊണ്ട് ഞാൻ തീർത്ത് തരാം, നിനക്ക് 1 രൂപ പോലും നഷ്ടപ്പെടില്ല. അത് ഷാൻ റഹ്മാനാണ് പറയുന്നത്. നിനക്ക് നാളെ കൊണ്ട്, കാരണം നിന്നെ എനിക്ക് അത്രയൊക്കെ അറിയാം, നീ ഇത് ഫുൾ ഓഫ് ചെയ്യുമെന്ന് എനിക്കറിയാം, നീ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നീ പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ എഗ്രിമെൻ്റ് ആക്കുന്നില്ലെന്നും അല്ലെങ്കിൽ ഇങ്ങനെയാണ് എഗ്രിമെൻ്റ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നാളെ നീ സൈറ എടുത്തിരിക്കുമ്പോഴും ഷാനിക്കയുടെ വൈഫ് സൈറ മാം ഇരിക്കുമ്പോഴും നീ ഇതെല്ലാം പറയണം എന്നുള്ളൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അതനുസരിച്ച് തന്നെ ഷാനിക്ക തീർച്ചയായിട്ടും ഞാൻ പറയാം, എനിക്കിനകത്ത് കള്ളങ്ങളൊന്നും ഇല്ല മറച്ചു വെക്കാം, ഞാൻ ഉറപ്പായിട്ടും പറയാം ഷാനിക്ക, എനിക്ക് ഒരു കാര്യങ്ങളും ഇല്ല ഇതിനകത്ത് മറച്ചു വെക്കാം, ഉറപ്പായിട്ടും പറയാം ഷാനിക്ക എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ ഈ മീറ്റിങ്ങിനായിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഷാനിക്ക എന്നെ വിളിച്ചിട്ടുണ്ട്. അവൾക്ക് മൈഗ്രെയിനാണ്, വൊമിറ്റിങ്ങാണ് ഫുള്ള്, ഇപ്പം നമ്മൾ ഈ മീറ്റിംഗ് കൂടി ശരിയാവത്തില്ല, നമുക്ക് ഈ മീറ്റിംഗ് വൈകുന്നേരത്തേക്കോ നാളെ രാവിലത്തേനോ മാറ്റാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ഷാനിക്ക, ഒരാൾക്ക് സുഖമില്ലെന്ന് പറയുമ്പോൾ നമ്മളത് അംഗീകരിക്കണമല്ലോ, നമ്മളത് ഓക്കെ ഷാനിക്ക എന്നാൽ ഷാനിക്ക പറയുന്ന പോലെ ചെയ്യാമെന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ വൈകുന്നേരം രാത്രി വരെ വെയിറ്റ് ഷാനിക്ക വിളിച്ചില്ല. ഞാൻ രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിച്ചില്ല, കാരണം സുഖമില്ലെന്ന് അടുത്ത് പറഞ്ഞല്ലോ. ഞാൻ പിറ്റേന്ന് രാവിലെ ഷാനിക്ക വിളിച്ചു, ഷാനിക്ക എടുത്തില്ല. 1 മണിക്കൂറിന് ഷാനിക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഈ ഷോ ഫുള്ള്, നിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്ര നീ ഇവിടെ കൊടുത്തേക്കെന്ന് പറഞ്ഞു. നമ്മൾ ഷാനിക്ക 35 lakhs ആണെന്ന് പറഞ്ഞു. ശരി, ലാഭമായാലും നഷ്ടമായാലും ഈ 35 lakhs ഷാൻ റഹ്മാൻ തരാം. ഇതാണ്. അപ്പം അത് വെർബലിയാണ്, ഡോക്യുമെന്റഡ് അല്ല, ഒന്നുമല്ല ബ്രോ. കാരണം പുള്ളിയുടെ വാക്കിനെ ഞാൻ വിശ്വസിച്ചു, ഞാൻ അത്ര സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഷാനിക്ക പോലൊരു വ്യക്തി വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനൊരു കാര്യം പറയുമ്പം ഞാനത് വിശ്വസിച്ചു. കാരണം ഒരിക്കലും എന്നെ ചതിക്കുമെന്നോ ഒരിക്കലും എന്നെ ഇങ്ങനെ വഞ്ചിക്കുമെന്നോ ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. അതേപോലെ തന്നെ സൈറ മാമും, കാരണം നമ്മളൊന്നും ചിന്തയിൽ പോലും വിചാരിക്കുന്നില്ല ഇത്രയും വലിയൊരു വർക്ക് ചെയ്തു കൊടുത്തിട്ട് എല്ലാ ഷോ കഴിഞ്ഞിട്ട് ശരി ഓക്കെ മോനെ ടാറ്റ പറഞ്ഞു വിടുമെന്ന് ഒരിക്കലും വിചാരിക്കുന്നില്ല. അപ്പം ഞാനെന്ത് ചെയ്തു, ഞാൻ ഷാനിക്കയുടെ വാക്കിനെ ബഹുമാനിച്ചു. ഷാനിക്ക പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിടാ, ലാഭമായാലും നഷ്ടമായാലും നിൻ്റെ 35 lakhs നിന്നെ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല, നിൻ്റെ കൂടെ ഞാനുണ്ട്, ലൈഫ് ടൈം നമുക്ക് മുമ്പോട്ട് ഷോ ചെയ്യാനുള്ളതാണ്, നീ എൻ്റെ ഷോയിലെല്ലാം നീ കാണും,
നീ ആ ബാൻഡിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ എന്നുള്ള രീതിയിൽ എന്നെ അപ്രോച്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളും പറയും, എന്തായാലും നിനക്ക് ചെയ്തു തന്നിരിക്കും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. നമ്മൾ ഷാനിക്ക് ഇത് ഉറപ്പാണ് ഷാനിക്ക, 100 ഷാൻ റഹ്മാനാണ് പറയുന്നത് എന്നുള്ള രീതിയിലാണ് പുള്ളി എന്നെ അപ്രോച്ച് ചെയ്തു. അങ്ങനെ ഞാൻ ഷോ ചെയ്തു കൊടുത്തു, ഫുള്ള് പ്രൊഡക്ഷൻ ചെയ്തു കൊടുത്തു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഓൾമോസ്റ്റ് സ്പെഷ്യൽ എഫക്ട്സിന് തന്നെ ഞാനൊരു 9 lakhs സ്പെൻഡ് ചെയ്തു, പർച്ചേസിങ് മാത്രം 9 lakhs സ്പെൻഡ് ചെയ്തു. അത്രയും വലിയ കോൾ പ്ലേ രീതിയിൽ പുള്ളിക്കൊരു ഷോ വേണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. ഞാൻ അതെല്ലാം ചെയ്തു കൊടുത്തു, ഭയങ്കര ഹാപ്പി. അന്നേ ദിവസം ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. നമ്മൾ ഡ്രോൺ പറത്താനുള്ള പെർമിഷൻസ് കിട്ടിയിട്ടില്ലായിരുന്നു. നമ്മൾ ആ ദിവസം വൈകുന്നേരം 5 മണി വരെ കണ്ടിന്യൂസ് ട്രൈ ചെയ്തു. നമുക്ക് ഡ്രോണിൻ്റെ പെർമിഷൻ ഉണ്ട്, കാരണം തൊട്ടപ്പുറത്ത് നേവിയുടെ ഇതുണ്ട്, ക്വാർട്ടേഴ്സൊക്കെ ഉണ്ടായതിൻ്റെ പേര് ഈ 25th നമ്മുടെ ഷോ, 26 റിപ്പബ്ലിക്കും കൂടെ. അതുകൊണ്ട് ഒരു രീതിയിലും ഡ്രോൺ പറത്താനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. നമ്മൾ മാക്സ് പലരെ കൊണ്ടൊക്കെ വിളിപ്പിച്ച് പെർമിഷൻസ് കൊടുത്ത് ഹെഡ് ക്വാർട്ടേഴ്സിലൊക്കെ പോയിട്ടെല്ലാം ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞു, പെർമിഷൻ ഇല്ല, ഒരു രീതിയിലും ഡ്രോൺ പറത്തല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അത് ആ സമയത്തും ഷാനിക്കയുടെ വൈഫ് സൈറ മാം ചെന്നിട്ട് പിള്ളേരോട് പറഞ്ഞു ഡ്രോൺ പറത്തണം, അവരുടെ SRMCയുടെ ഒരു കോർ ടീം കയറും, അവർക്ക് 360 ഡിഗ്രിയിൽ ഒരു വീഡിയോ വേണമെന്നും പറഞ്ഞ് അവരെ കൊണ്ട് പറപ്പിച്ചു. അപ്പോൾ അവരെപ്പോഴും പറഞ്ഞു പെർമിഷൻ ഇല്ല, പറക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ അതൊന്നുമല്ല, ഒരു കുഴപ്പമില്ല, അത് നമ്മൾ നോക്കിക്കോളാം, നിങ്ങൾ ധൈര്യമായിട്ട് പറത്തിക്കോളാൻ പറയും. ആ സമയത്ത് ഡ്രോൺ പറത്തി പോലീസ് പിടിക്കും, എന്നെ സ്റ്റേഷനിൽ കൊണ്ടു. ആ പുള്ളിക്ക് വേണ്ടി ഒരു രാത്രി മൊത്തം സ്റ്റേഷനിൽ പോയിരുന്നതാണ്. ഇതും ഷാനിക്കയ്ക്ക് അറിയാം. ആ ഷാനിക്ക പിറ്റേന്ന് രാവിലെ വിളിച്ചിട്ടിടാ ഇങ്ങനെയൊക്കെ ആയിപ്പോൾ, സോറി, നീ സങ്കടപ്പെടുന്നുണ്ടെങ്കിലും നീ കാരണം എത്ര ആൾക്കാരാടാ സന്തോഷിക്കുന്നത്, നീ അതേപോലൊരു ഷോ ആടാ ചെയ്തതെന്നുള്ള വോയിസ് പുള്ളി എനിക്ക് ഭയങ്കര മീൻസ് നമ്മളെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ പ്രൈസ് ചെയ്തു. അതിനുശേഷം ഈ ഓൾമോസ്റ്റ് ഫെബ്രുവരി 6 ബുക്ക് മൈ ഷോയുടെ പേയ്മെൻറ്റ് വന്നു എന്ന് ഞാൻ അറിയുന്നത്. എനിക്ക് ബുക്ക് മൈ ഷോയുടെ ആദ്യത്തെ ലോഗിൻ ഡ്രോണിൻ്റെ. അതെ, അതായത് ബുക്ക് മൈ ഷോ ആയിട്ട് സംസാരിക്കുകയും അവരുടെ കമ്മീഷൻ 6% ലോക്ക് ചെയ്ത് കൊടുക്കുകയും എല്ലാം ചെയ്ത് ഞാനാണ്. ആ സമയത്ത് നിജു ബാൻഡിൻ്റെ പ്രൊഡക്ഷൻ മാനേജറല്ലേ, ആർട്ടിസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണ്ടേ, പിന്നെ പ്രൊഡക്ഷൻ നോക്കണം, ഗ്രൗണ്ട് നോക്കണം, പെർമിഷൻസിന് പോകണം, എല്ലാം കൂടെ നിജു ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണ്ടേ, അല്ലെങ്കിൽ നിജുവിൻ്റെ ടീം എല്ലാം കൂടെ ആകുമ്പോൾ വലിയ ഹെഡേക്ക് ഇല്ലേ, ഞങ്ങൾക്ക് വേറെ വർക്കൊന്നും ഇല്ലല്ലോ, സോ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ എന്നെ അപ്രോച്ച് ചെയ്തു. അതും എന്നെ കൂടെ നിർത്തിക്കൊണ്ടാണ്, കാരണം ഞാൻ അവരുടെ പാർട്ടിലെ ഒരാളാണ്, അല്ലെങ്കിൽ കുടുംബത്തിലൊരു അംഗം എന്നുള്ള രീതിയിലാണ് എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മുകളുടെ നമ്പരും അല്ലാണ്ട് അവരുടെ അടുത്ത് ഞാൻ മുകളിൽ മെസ്സേജ് അയച്ച്, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇവർ ഡീൽ ചെയ്യും. ബുക്ക് മൈ ഷോയുടെ സൈഡിലുള്ള അതെ, ബുക്ക് മൈ ഷോ സൈഡിൽ മുകളാറിൻ്റെ ഹെഡാണ്. മുകളിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി ഇവരെ ഹെഡ് ചെയ്യും, ഇവരെ ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഷോ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ മുകളിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് മെസ്സേജ് അയക്കുകയും ചെയ്തു. അങ്ങനെ ഇവർ അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ അക്കൗണ്ട് നമ്പരും അവരുടെ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് പേയ്മെൻറ്റ് മൊത്തം അവർ അക്കൗണ്ടിലോട്ട് പോയി. നിങ്ങൾക്കൊന്നും വന്നില്ല, ഒരു എമൗണ്ടും വന്നില്ല. അതായത് ബുക്ക് മൈ ഷോയുടെ ലോഗിനും ക്രെഡൻഷ്യലും ഒക്കെ ഷാൻ റഹ്മാന്റെ ടീം മേടിച്ചു. ഷാൻ റഹ്മാനും വൈഫും പറഞ്ഞ ആൾക്ക് കൊടുക്കുന്നു. ആ വ്യക്തി ആ കംപ്ലീറ്റ് എമൗണ്ട് ബുക്ക് മൈ ഷോ എന്ന് വന്ന എത്ര ലക്ഷം രൂപ, 39,27,000 ഓൾമോസ്റ്റ്. ഇത്രയും രൂപ അതും അവരുടെ അക്കൗണ്ടിലേക്ക്. അതെ, സ്പോൺസർഷിപ്പ് എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ. സ്പോൺസർഷിപ്പ് വന്നത് എത്ര എമൗണ്ട്? നിയറസ്റ്റ് 25 lakhs. അപ്പോൾ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ 65 ലക്ഷം രൂപ, 65 ലക്ഷം രൂപയോളം ഇവർക്ക് പ്രോഫിറ്റ് ആണ്. ഈ ഒരു പെട്ടി ഇത് ഞാൻ കണ്ടതാണ്, ഇതിൽ വന്ന എമൗണ്ട് എനിക്കറിയാം. ഇത്രയും രൂപ പ്രോഫിറ്റിലാണ് എന്ത് പോയിട്ടുള്ളത്, ഉയര ഷോ പോയി. ഇതിലാകെ അവരുടെ ചെലവ് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിന്റെ പൈസ അതേ ഉള്ളൂ. വേറെ ഒരു പൈസയില്ല. ബാക്കിയൊക്കെ ഈ മനുഷ്യന്റെ പ്രൊഡക്ഷന്റെ പൈസയാണ് പോയിട്ടുള്ളത്. ഈ മനുഷ്യന് പറ്റിയൊരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞത്, ഈ ഒരു വ്യക്തി കണ്ണടച്ച ഓപ്പോസിറ്റുള്ള ആളെ വിശ്വസിച്ചു. ഷാൻ റഹ്മാൻ എന്ന് പറഞ്ഞ മ്യൂസീഷ്യൻ, ആ വ്യക്തിയുടെ ക്രെഡിബിലിറ്റി, ആ വ്യക്തിയോടുള്ള സ്നേഹം, ഇത് വിശ്വസിച്ചിട്ട് ആ വ്യക്തിയെയും വൈഫിനെയും വിശ്വസിച്ചിട്ട് ഈ വ്യക്തി എഗ്രിമെന്റ് ഒന്നും ഡോക്യുമെന്റ് ചെയ്ത് മേടിച്ചില്ല. സീരിയസ്ലി ലൈഫിൽ ചെയ്യാൻ പാടില്ലാത്ത പരിപാടിയാണ്. ഫാമിലി അച്ഛനമ്മയാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, ഇത്രയും വലിയ പൈസ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയും. ബ്രോ ഷാൻ റഹ്മാനെ പോലെ ഒരാളാണ് ബ്രോ എൻ്റെ അടുത്ത് സംസാരിച്ച്, അത്ര കാര്യമായിട്ടാണ് പുള്ളി എൻ്റെ അടുത്ത് വിടാ, നീ എൻ്റെ ഒരു അനിയനെ പോലെ കൂടെ നിർത്തി എൻ്റെ നിന്ന് എല്ലാ കാര്യങ്ങളും കാണിച്ചു, എങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യണം അതെല്ലാം ചോദിച്ചു, എങ്ങനെയാണ് ഷാൻ റഹ്മാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഹൈഡ്രോളിക് ലിഫ്റ്റിൽ താഴ്ന്ന് മേലോട്ട് കയറി വരണത്, അതൊക്കെ ഞാൻ ചെയ്തൊരു വ്യക്തിയാണ്. എന്നെ അതേപോലെ കൂടെ നിർത്തി എല്ലാ കാര്യങ്ങളും വെച്ചപ്പോൾ ഞാൻ പുള്ളിയുടെ വാക്കിനെ വിശ്വസിച്ചു. എന്നിട്ട് പറഞ്ഞു മകടാ ഷാൻ റഹ്മാനെ പറയുന്നത്, നീ ടെൻഷൻ അടിക്കേണ്ട കാര്യം, നിൻ്റെ കൂടെ ഞാനുണ്ട്, വേറെ ആരും നീ നോക്കണ്ടെന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഈ വ്യക്തി കരച്ചില് പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ വിട് ബ്രോ. കാരണം എന്താ പറയുക, എനിക്ക് ഇങ്ങനെ സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ലിറ്ററലി നമ്മൾ എത്ര മണിയാണ് കാണുന്നത് ഇവിടെ, 4:30-5 മണി. ഇപ്പോൾ സമയം എത്ര മണി, ഏകദേശം 9:30 ആയി. ഈ വീഡിയോ എടുക്കുന്ന സമയം 9:30 ആയിട്ടുണ്ട്. എൻ്റെ വാച്ചിൽ 9:30 സമയമായിട്ടുണ്ട്.
ഞാൻ ഈ വ്യക്തിയെ കൊണ്ടുവന്ന് ഇത് പറയാനുള്ളൊരു അവസ്ഥയിൽ ഈ വ്യക്തി എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്രയും എഫേർട്ട് ഇതിനകത്ത് ഈ വ്യക്തിക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഈ മനുഷ്യന്. ഓക്കെ, കാരണം ഒരാളെ ലൈഫിൽ എന്തൊക്കെയാണോ സഹിക്കേണ്ടത് അതൊക്കെ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ വ്യക്തിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ഈ വ്യക്തി അങ്ങനെ ഓക്കെ ആയിട്ട് ഇരിക്കുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥയിൽ ലൈഫിൽ ഈ പൈസ ഉണ്ടാക്കിയതും അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ പൈസ ഉണ്ടാക്കിയത്. ആ പൈസ മൊത്തം ഒരു ഷോയുടെ ഭാഗമായിട്ട് ഇറക്കി ചെലവാക്കിയല്ല. ഞാൻ ഷാനിക്ക് വേണ്ടി തന്നെയാണ് ഇതെല്ലാം ചെലവാക്കിയത്. പുള്ളിക്ക് ഇതുകൊണ്ട് അവർ ഏതെങ്കിലും ഒരു പോർഷനിൽ ബ്രോനോട് പറഞ്ഞിരുന്നോ, ബ്രോ പ്രൊഡക്ഷൻ്റെ ഭാഗമായിക്കോ, അതിൽ നിന്ന് എന്തെങ്കിലും വരുന്ന പൈസ നിങ്ങൾ എടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതൊരു പ്രൊമോഷനല്ലേ, ഈ 35-40 ലക്ഷം മുടക്കിയിട്ട് നിങ്ങൾ പ്രൊമോഷൻ തരും, അങ്ങനെ എന്തെങ്കിലും ഒരു ടോക്ക് നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. ഇല്ല. അതായത് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കും ലാഭത്തിന്റെ 60% എനിക്കും. അതായത് നിങ്ങൾക്ക് ഒരു എഗ്രിമെന്റ് കോപ്പി തരുന്നു, അത് ഞാൻ സ്ക്രീനിൽ പ്ലേ ചെയ്യാം. ആ കോപ്പി വാട്സാപ്പിൽ അയച്ചു കൊടുത്ത് അത് കണ്ട സമയത്ത് ഈ വ്യക്തിക്ക് മനസ്സിലായി അതിനകത്ത് പ്രശ്നമുണ്ട്. കാരണം മുകളിൽ മാത്രമാണ് ഇവരുടെ കമ്പനിയുടെ പേരുള്ളത്, അടിയിൽ സിഗ്നേച്ചറിന്റെ സ്ഥലത്തല്ലേ വേറെ കമ്പനിയുടെ പേരാണ്. അപ്പൊ അത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തി തന്നെ എന്ത് ചെയ്തു, അത് ഓക്കെ അല്ലാന്ന് പറഞ്ഞു. പറഞ്ഞ ടൈമിൽ അതിന് എക്സ്പ്ലനേഷൻ എന്തെങ്കിലും തന്നു അവര്, അത് റെഡിയാക്കി തരാന്ന് പറഞ്ഞു. പക്ഷെ റെഡിയാക്കി തന്നിട്ടില്ല. പിന്നെ ഷാനിക്കായിട്ടാണ് ഞാൻ സംസാരിച്ചത്. ആ റഫ് എഗ്രിമെന്റിനകത്തും 60-40 സ്പ്ലിറ്റ്. അതെ. ഈ എഗ്രിമെന്റ് അയച്ചത് ഷാനല്ലല്ലോ. അല്ലല്ല, അവരുടെ ഡോക്യുമെന്റ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന നിമിഷമാണ്. അപ്പൊ ഇനി ആ വ്യക്തിക്ക് നാളെ വേണമെങ്കിൽ പറയാം ഷാൻ റഹ്മാൻ അത് ഞാൻ അറിയാതെ വന്ന സാധനം വേണമെങ്കിൽ പറയാം, ക്ലെയിം ചെയ്യാം, ചാൻസ് ഉണ്ട്. ഇത്രയൊക്കെ ചിന്തിച്ച് ചെയ്യാൻ അതും ചെയ്യാതിരിക്കാം. ഇതിലൊരു FIR ആയിട്ടുണ്ട് ഷാൻ റഹ്മാന്റെ വൈഫിനെതിരെ. അപ്പൊ ആ ഒരു FIR ആയ സ്ഥിതിക്ക് പോലീസുകാർക്ക് എന്താണെങ്കിലും പ്രഥമ ദൃഷ്ടിയാൽ ഇത് മനസ്സിലായല്ലോ. ഇത് വാട്സപ്പ് ചാറ്റും എനിക്ക് തോന്നുന്നു വോയിസ് എല്ലാം കാണിച്ചു. അത് എന്റെ ഈ എമൗണ്ട് എമൗണ്ട് ഒക്കെ കാണിച്ചു, എല്ലാം കാണിച്ചു. എന്റെ ഒരേ എമൗണ്ട് പോയിക്കുന്നതിന്റെ അക്കൗണ്ട് ത്രൂ ആണ്. അവർക്ക് വേണ്ടി അടിച്ച് ഡീസലിന്റെ ബില്ല് വരെ ഞാൻ കൊടുത്തു. എല്ലാം ഉണ്ട്. അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഞാൻ വെക്കുന്നുണ്ട്. ഇത്രയും ചെയ്തൊരു മനുഷ്യന് ഒരു ഷോ സക്സസ് ആയിട്ട്, ബ്രോ ഗ്രാൻഡ് സക്സസ് ആണ് നിങ്ങൾ കാണുന്നത്. ഗ്രാൻഡ് സക്സസ് ഷോ 10-65 ലക്ഷം രൂപ ആ സക്സസ്സിലേക്ക് വന്നു. ആ വന്ന എമൗണ്ടിൽ നിന്ന് ഈ മനുഷ്യനെ സെറ്റിൽ ചെയ്യണ്ടേ, ഈ മനുഷ്യനല്ലേ അവരുടെ കൂടെ നിന്ന്. ഇതൊരു ഞാൻ പറഞ്ഞല്ലോ, ഈ മനുഷ്യൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, മേജർ മിസ്റ്റേക്കാണ്. ഒരാളെ കണ്ണടച്ച് വിശ്വസിച്ചിട്ട് എഗ്രിമെന്റ് പോലും ഇല്ല അത് ഇത്രയും ലക്ഷം രൂപ ചിലവാക്കുക. സ്വന്തം കൂട്ടക്കാരും കുടുംബക്കാരും ചെയ്യൂടെ ഇല്ല. അങ്ങനെ ചെയ്തൊരു മനുഷ്യൻ ഒരു രൂപ നഷ്ടപ്പെട്ടാലടക്കം ഇയാൾ അധ്വാനത്തിന്റെ പൈസയാണ്. പ്രോഫിറ്റ് വേണമെന്ന് പറയുന്നില്ല, ചിലവാക്കിയ പൈസ മാത്രം. അതെ, ജോലി ചെയ്ത പൈസയാണ് നമ്മൾ ചോദിക്കുന്നത്, വേറെ ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് 2 മാസം പുള്ളിക്ക് വേണ്ടി രാവും പകലും പണിയെടുത്തതാ, വെയിലത്ത്. നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ചിലവാക്കിയ പൈസ. അതെ, ആ പണിയെടുത്ത കാശ്, നമ്മളും കൂടെ രാവും പകൽ നിന്ന് പണിയെടുത്ത കുറെ പിള്ളേരുണ്ട്, അവരുടെ പൈസ. അവർക്ക് എല്ലാവരും ഈ പറഞ്ഞ കണക്ക് ഞാൻ പൈസ ചോദിച്ചപ്പോൾ നിനക്ക് പ്രൊമോഷൻ കിട്ടി, അങ്ങനെയുള്ള വേഡിങ്സ് ആണ് അവർ സൈഡിൽ നിന്നുണ്ട്. അതിന് ഞാൻ ചിലവാക്കിയ പൈസ നിനക്ക് പ്രൊമോഷൻ കിട്ടിയത്. ഇപ്പം ആ വന്ന പണിക്കാരെന്ന് പറയും അവൻ 1000 രൂപ കിട്ടുന്നത്, അതുകൊണ്ട് അവൻ ജീവിതം കൊണ്ടുപോകുന്ന ഒരുത്തനാണ്. അവരണക്ക് പൈസയോ അല്ലെങ്കിൽ സ്വാധീനം ഒന്നും നമുക്കില്ല, പണി ചെയ്യാൻ വന്ന ആൾക്കാരാണ്. എന്താണെങ്കിൽ ഈ ബ്രോന്റെ കാര്യം വളരെ മോശമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതിൽ ടെക്നിക്കലി നോക്കി കഴിഞ്ഞാൽ ഒരു എഗ്രിമെന്റ് ഇല്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ കേസാണെങ്കിൽ പോലും കോർട്ടിൽ പോയി കഴിഞ്ഞാൽ നിൽക്കാൻ പോകുന്നില്ല. ഞാൻ ഇങ്ങനെയോടെ പറഞ്ഞു, ഫാക്റ്റാണ്. ഇതിനകത്ത് ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ ഇൻഡസ്ട്രിക്കകത്ത് മനുഷ്യത്വം മരവിക്കാത്ത, മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്നതും പൈസയുടെ വില മനസ്സിലാക്കുന്നതും ഒരാളെ ചതിക്കാൻ കൂട്ടു നിൽക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ആളുകൾ ഈ ഫിലിം ഇൻഡസ്ട്രിക്ക്. ഷാനിക്കത് പറഞ്ഞു, നീ ഷാനിക്ക് എന്നെ വിളിച്ചിട്ട് പൈസ ചോദിച്ചപ്പോൾ നീ പൈസ വെച്ച് വിളിച്ചു കഴിഞ്ഞാൽ നിന്നെ ത്രട്ടൺ ചെയ്യുന്ന പറഞ്ഞ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ നീ ഇത് പറഞ്ഞ് 10 പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ പറയുന്ന ആര് വിശ്വസിക്കും? പക്ഷേ ഷാൻ റഹ്മാൻ പറയുന്നത് വിശ്വസിക്കാൻ ആൾക്കാരുണ്ടെന്ന് പുള്ളി എന്നോട് പറഞ്ഞതാ. പൈസ ചോദിച്ചപ്പോൾ നീ പറഞ്ഞാൽ വിശ്വസിക്കാൻ ആരുണ്ടെന്ന്. ശരിയാണ്, നമ്മളാരാ? ബ്രോ ഞാൻ പറഞ്ഞല്ലോ, ഇതിലിപ്പോൾ ഒന്നും ചെയ്യാല്ല. മനുഷ്യത്വം തോന്നി ഈ മനുഷ്യൻ ചെലവാക്കിയ പൈസ, അതായത് നഷ്ടത്തിലാണെങ്കിൽ ചോദിക്കില്ല, ഇല്ലല്ലോ. ഷോ നഷ്ടത്തിലാണെങ്കിൽ 1 രൂപ ചോദിക്കില്ല. ഷോ സക്സസ്ഫുൾ ആയതിനു ശേഷമാണ് ഈ മനുഷ്യൻ ചെലവാക്കിയ പൈസ ചോദിക്കുന്നത്. ബ്രോ എന്നിട്ട് ആദ്യം ഇച്ചിരി പൈസയൊക്കെ തരാന്നൊക്കെ പറഞ്ഞു, ഒരു ഒഴുക്കം മട്ടില്ല. എല്ലാവരും ഇങ്ങനെ പ്രശ്നം, അവൻ പണിയെടുത്തതാണ്, എല്ലാവർക്കും അറിയാം, ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഫുൾ ആർട്ടിസ്റ്റുകൾക്കാർക്കും അവിടെ പണി വർക്ക് ചെയ്തവർ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ അവരെല്ലാം എന്നാൽ പിന്നെ കുറച്ച് പൈസ തരാം. പിന്നെ ഏറ്റവും അവസാനം അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. എഗ്രിമെന്റ് ഇല്ലാന്ന് മനസ്സിലായി, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, അത് തന്നെയാണ്, അതാണ് അവരുടെ വിജയവും. നാളെ ഈ ഒരു മനുഷ്യൻ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ മാറിയാൽ ഈ പറഞ്ഞ ഷാൻ റഹ്മാനോ വൈഫോ ഇവർ ഈ പ്രശ്നങ്ങൾ അറിയാവുന്ന ആളുകളോ നിങ്ങൾ ആരെങ്കിലും മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? നിങ്ങൾക്ക്
ഈ മനുഷ്യനെ പറ്റിച്ചിട്ടുള്ള ഒരു കാശ് കൊണ്ട് ഒരാൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും? ഒരു ആയുസ് ഉണ്ടാക്കുന്ന പൈസ ബ്രോ പോയത്. ഒരു ആയുസ് ഉണ്ടാക്കുന്ന പൈസ അങ്ങേർക്ക് ഇപ്പം എന്താ പറയാനാ, ഞാൻ അത്ര സ്നേഹിച്ചിട്ടാണ് ഷാനിക്കയ്ക്ക് അത് ഞാൻ ചെയ്തു കൊടുത്തത്. ഒരു ആയുസ് ഉണ്ട്, ഷാനിക്കയുടെ വേണ്ടി തന്നെയാണ് ഞാൻ അത്രയും ചെയ്തു കൊടുത്തതും. ഒരു ആയുസ് ഉണ്ടാക്കാവുന്ന പൈസ അത് ഷാനിക്കയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തത്. എന്താണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഫർദർ അപ്ഡേറ്റ്സ് എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് എത്തിക്കും. ഇപ്പം നിങ്ങൾക്ക് ഈ കാര്യം അറിയിക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ എന്നിട്ട് നേരത്തെ ദുബായിൽ നിന്ന് ഷോ ചുമ്പോൾ ഇങ്ങനെ എനിക്ക് ഇൻസിഡൻ്റ് വന്നു പറഞ്ഞ് തിരക്കിയായിരുന്നു അവിടെയും. അല്ല, അതെനിക്കറിയാം. ഞാൻ ഈ ഇത് വൈൻഡപ്പ് ചെയ്യാൻ നേരത്തെ പറയാൻ വെച്ച കാര്യമാണ്. അതായത് ഈ വ്യക്തിൻ്റെ അടുത്ത് വന്ന സമയത്ത് തന്നെ ഞാനത് അന്വേഷിച്ച സമയത്ത് നമ്മളെ സിബിൻ ബിഗ് ബോസിലുണ്ടായിരുന്ന നമ്മളെ സിബിനുമായിട്ട് ചെറിയൊരു ഇതേപോലത്തെ ഫിനാൻഷ്യൽ, ചെറുതല്ല, അവനെ സംബന്ധിച്ചിടത്തോളം അത് വലുതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരാളോട് എത്ര ചോദിച്ചു കിടക്കും, അതാണ് വിഷയം. അത് സിബിൻ പറയട്ടെ. ഇനിയിപ്പോൾ നമ്മൾ ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇവിടെ, സിബിനില്ല. സിബിൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നേക്കാൾ നല്ലത് സിബിനെ നിങ്ങൾക്ക് പോയി ചോദിക്കാം സിബിനോട്. അല്ലെങ്കിൽ സിബിൻ്റെ അടുത്ത് തന്നെ ആണെങ്കിൽ ഞാൻ വന്നിരിക്കാൻ പറയാം ഒരു ദിവസം. അല്ലെങ്കിൽ സിബിനോട് നിങ്ങൾ ചോദിച്ചാൽ മതി, സോഷ്യൽ മീഡിയയിൽ കാണുന്നല്ലേ. സിബിന് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എമൗണ്ടിന്റെ എങ്ങനെയാന്നുള്ളത് നേരത്തെ ഷോ ഡയറക്ടർ സിബിനായിരുന്നു. അപ്പം ഞാനിങ്ങനെ ദുബായിൽ അപ്പം ഞാനിങ്ങനെ ഇൻസിഡൻ്റ് ഒക്കെ ഇടുമ്പോൾ ബ്രോ ഇങ്ങനെ സംഭവം എനിക്കുണ്ടായി, എന്തായിരുന്നു അവിടെ നടന്നതെന്ന് ചോദിച്ചപ്പോഴും സിബിൻ പറടാ അവിടെയും സെയിം ഇടാ ഇങ്ങനെയാണ് നടന്നത്. അവിടെ വെണ്ടർമാർക്കും പേയ്മെൻ്റ് ഒന്നും കൊടുത്തില്ല, പണിയെടുത്ത എനിക്ക് പോലും പേയ്മെൻ്റ് ഒന്നുമില്ല. എന്നിട്ട് അവിടെ ഡാൻസ് കളിക്കാൻ വന്ന പിള്ളേരുണ്ടല്ലോ, കൊറിയോഗ്രാഫർ ടീമിന്, അവർക്ക് പൈസ കൊടുക്കാൻ പറഞ്ഞപ്പം അവർക്ക് പബ്ലിസിറ്റി കിട്ടിയെന്ന് പറഞ്ഞു. ഷാൻ റഹ്മാൻ്റെ സ്റ്റേജ് ഡാൻസ് കളിച്ചുകൊണ്ട് പബ്ലിസിറ്റി കിട്ടിയില്ലേ, അത് പോരേന്ന് ചോദിച്ചു. അവനും പൈസ കൊടുത്തില്ല. അതാണ് ബ്രോ ഞാനും പറയാം, പൈസക്ക് പൈസ തന്നെ വേണ്ടേ. ഒരാളെ പറ്റിക്കുമെന്നൊക്കെ വെച്ചാൽ നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ സിബിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ നിങ്ങൾ സിബിനോട് ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ തന്നെ അത് ഇവിടെ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരും. പിന്നെ ഡെഫിനറ്റ്ലി ഈ ഒരു വ്യക്തിനെ കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ ഷാൻ റഹ്മാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷാൻ റഹ്മാൻ എന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ കേസായതാണ്, വക്കീൽ സംസാരിക്കുമെന്ന് ആദ്യം പറഞ്ഞു, പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് ഇനി ഷാൻ റഹ്മാൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നത് ഡെഫിനറ്റ്ലി ഞാൻ എന്ത് ചെയ്യും, നിങ്ങളിൽ എത്തിക്കും. ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് ഇത് ജനങ്ങളെ അറിയിക്കുക, ലോകത്തിനെ അറിയിക്കുക എന്നുള്ളതാണ്. എന്താണ് ബ്രോ, ഉറപ്പൊന്നുമില്ല, അറിയാം ബ്രോ, എഗ്രിമെൻ്റ് ഇല്ല, എന്ത് സംഭവിക്കുന്ന അറിയില്ല. സങ്കടം പറയാ, കണ്ടിട്ട് ഇടപെട്ട് മേടിച്ചു തരാൻ പറ്റുന്നവരാണെങ്കിൽ മേടിച്ചു തരട്ടെ. ഇത് കണ്ടിട്ട് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ഒരു ചെയ്ത് ഇത്രയും കാലം ഒപ്പം നിന്ന ആളാണ് ഇയാൾ ഇങ്ങനെ സങ്കടത്തു കൂടെയാണ് പോകണമെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തരാൻ പറ്റുന്നവർ തരട്ടെ. അല്ലാതെ ഇതിനും കൂടുതലൊന്നും പറയാനില്ല. മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു കാര്യത്തിന് മുകളിൽ ഇതിനകത്ത് എന്തുള്ളൂ, കാര്യങ്ങൾ നടക്കും. അല്ലാത്ത പക്ഷത്തിൽ കാര്യങ്ങൾ ഞാൻ പുള്ളിയുടെ വാക്കിനെ വിശ്വസിച്ചു. ഷാൻ റഹ്മാനെ 100% ഞാൻ വിശ്വസിച്ചു. കാരണം ഷാനിക്ക ഞാൻ വിളിച്ചിട്ടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. പുള്ളിയോട് നിന്നതും പുള്ളിക്ക് വേണ്ടി തന്നെയാണ്. പക്ഷെ ഷാനിക്ക തന്നെ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് ചെറുതായിട്ടൊരു ഡൗട്ട് തോന്നിയെന്ന് എഗ്രിമെൻറ്റില്ല ഞാൻ പോയില്ലായിരുന്നു. കാരണം പുള്ളിക്കാരൻ അതേപോലെയാണ് ഷാനിക്ക എന്നെ കൂടെ നിർത്തിയിരുന്നത്. ഓക്കെ ഗൈസ്, എന്താണെങ്കിലും ഷോ കഴിഞ്ഞിട്ടായാലും ശരി ഫെബ്രുവരി 6 വരെ എന്നെ വീണ്ടും അതേപോലെ അടുത്ത ഷോ ചെയ്യണമെന്നുള്ള രീതിയിൽ തന്നെയാണ്, നമുക്ക് കോഴിക്കോട് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്നെ നിർത്തിയത്. ബുക്ക് മൈ ഷോയുടെ പേയ്മെൻറ്റ് വന്നു ഞാൻ അറിഞ്ഞു. ഞാൻ അപ്പോൾ പൈസ ചോദിച്ചതിന് ശേഷമാണ് ഫുള്ളും മാറുന്നത്. എന്ത് പൈസ നിങ്ങൾക്ക് പബ്ലിസിറ്റി കിട്ടിയില്ലേ എന്നുള്ള രീതിയിലുള്ള ടോക്ക് ആട്ടും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പിന്നെ പറയാൻ തുടങ്ങുന്നത്. അവസ്ഥയാണ്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എന്താണെങ്കിലും പോയിന്റ് അത് അതർ സൈഡ് ഷാൻ റഹ്മാൻ പറയാനുണ്ടാവും. ഷാൻ റഹ്മാൻ പറയട്ടെ, ജനങ്ങൾ കേൾക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഒരു ബിസിനസ് ഇത്രയും വലിയ പൈസയുടെ ബിസിനസ് നടത്തുമ്പോൾ എഗ്രിമെൻ്റ് ഇല്ലാതെ നടത്തി എന്നുള്ളത് ലോകമണ്ടത്തരമാണ്. പക്ഷെ പറ്റിപ്പോയി, വിശ്വാസത്തിൻ്റെ മുകളിലാണ് പറ്റിയത്. ഓക്കെ, അപ്പോൾ നിജുവും ഞാനും 15-ാം തീയതി ഏകദേശം ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ എടുക്കുന്ന സമയത്ത്. ഒരു 9 മണി കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിജുവിൻ്റെ ഒപ്പം ഇരുന്ന് എടുക്കുന്നത്. നിജു എൻ്റെ അടുത്ത് വന്നത് ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 4-5 മണിയാകുമ്പോൾ നിജു വന്നിട്ടുണ്ട്. അയാൾ ലിറ്ററലി ഭയങ്കര പോയി ഔട്ടായിരിക്കുന്ന ഒരവസ്ഥയാണ്. പല സമയത്തും സംസാരിക്കുമ്പോൾ അയാൾക്ക് വാക്കുകൾ കിട്ടാത്തൊരവസ്ഥ ആ ഒരു വ്യക്തിക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കാണെങ്കിലും ആ ഒപ്പം ഇരിക്കുന്ന ആളുടെ ഒരു ഇമോഷൻ എന്താണെങ്കിലും അതിൻ്റെ ഒരു സേർജ് ഭയങ്കരമായിട്ട് നമുക്കും വരും. നമുക്കറിയാലോ, നമ്മളിന്നൊരു രൂപ പോയാലോ അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെട്ടു എന്നറിയുമ്പോഴോ നമുക്ക് വരുന്നൊരു തരം, നമ്മളൊരാളെ വിശ്വസിച്ചിട്ട് പിന്നെ നമുക്ക് വരുന്നൊരു സീന് വരുമ്പോൾ നമ്മൾ അങ്ങനെ ഇല്ലാതാവും, നമ്മൾ തകർന്നു പോകും. അപ്പോൾ ആ അവസ്ഥയിലാണ് നിജു എന്നോട് സംസാരിച്ചതും ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ കേട്ടതും അതിൻ്റെ കംപ്ലീറ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതും. നിജുവിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ ഇതിനു ശേഷം ഷാൻ റഹ്മാൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഷാൻ റഹ്മാൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് സംസാരിച്ച ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ
ഞാൻ നിജു ഉള്ളപ്പോൾ തന്നെ ഷാൻ റഹ്മാനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈൻ, എനിക്ക് സംസാരിക്കണം, കാരണം നിജുവിൻ്റെ വേർഷൻ കേൾക്കുമ്പോഴാണ് എനിക്ക് ഷാൻ റഹ്മാനായിട്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഷാൻ റഹ്മാൻ ആദ്യം അവിടെ ഷൂട്ടിലാണ്, ഫ്രീ ആയിട്ട് സായിനെ വിളിക്കാമെന്ന് പറയുന്നു. ഷാൻ റഹ്മാൻ ഇത് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് എന്നെ വിളിക്കുന്നു. ഷാൻ റഹ്മാനോട് A to Z കാര്യങ്ങൾ ദ സെയിം ഡേ ഞാൻ ഷാൻ റഹ്മാനോടും ഞാൻ സംസാരിക്കുന്നു. ഓക്കെ, അത് ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഷാൻ റഹ്മാനോട് സംസാരിക്കുന്നത്. അങ്ങനെ ഷാൻ റഹ്മാനോട് ഞാൻ സംസാരിച്ച ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഓരോ കാര്യവും ഞാൻ ഷാൻ റഹ്മാനോട് എടുത്തെടുത്ത് ചോദിച്ചു. ഓക്കെ, അപ്പോൾ പല കാര്യങ്ങളും ഷാൻ റഹ്മാൻ, ഈ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷാൻ റഹ്മാനേക്കാൾ കൂടുതൽ വൈഫിനാണ് കൂടുതൽ അറിയുന്നത് എന്നുള്ളത് കൊണ്ട് അന്നേ ദിവസം ഫിനാൻഷ്യൽ കാര്യങ്ങൾ, അതായത് ബുക്ക് മൈ ഷോയിൽ എത്ര എമൗണ്ട് വന്നു, ആ വന്ന എമൗണ്ടിൻ്റെ നമ്പർ എത്രയാണ്, ആ നമ്പേഴ്സിന് നിന്ന് എന്തൊക്കെ ഡിഡക്ഷൻ വന്നു, ആ നമ്പേഴ്സിന് ഡിഡക്ഷൻ വന്നിട്ട് എത്രയാണ് എമൗണ്ട് ബാക്കിയുള്ളത്, സ്പോൺസർഷിപ്പിൽ എത്ര എമൗണ്ട് വന്നു, സ്പോൺസർഷിപ്പിൽ വന്ന എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾ മൊത്തം ക്രിയേറ്റീവ് ഹെഡായിട്ടാണ് ഷാൻ റഹ്മാൻ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഷാൻ റഹ്മാൻ ആ കാര്യങ്ങളിലൊന്നും കൃത്യമായൊരു വ്യക്തത അന്ന് തരാൻ പറ്റിയിരുന്നില്ല. ലേറ്റർ ഓൺ വൈഫിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ വൈഫ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഷാൻ റഹ്മാനെ ഞാൻ ഇങ്ങനത്തെ എന്താ പറയുക, ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ വിളിച്ച് ആദ്യത്തെ വട്ടം, അതായത് നിജു എന്നെ ഈ 12-13 തീയതികളിൽ നിജു എന്നോട് വിളിച്ച് സംസാരിച്ച ആ ഒരു ടൈമിൽ തന്നെ ഷാൻ റഹ്മാൻ ഇനീഷ്യൽ സ്റ്റേജിൽ എന്നോട് പറഞ്ഞിരുന്നു, ഇത് കേസായിട്ട് പോവല്ലേ, കേസും കാര്യങ്ങളൊക്കെ ആണല്ലോ സായി, അപ്പോൾ നമുക്ക് അങ്ങനെ ഇതാക്കാമെന്ന് പറഞ്ഞു. പിന്നെ ലേറ്റർ ഓൺ ഞാൻ ഷാനിനോട് ചോദിക്കുന്നു, ഷാൻ കൃത്യമായിട്ട് എനിക്ക് മറുപടി തന്നിട്ടുണ്ട് കേട്ടോ. നിജു പറയുന്ന പോലെ തന്നെ ഷാൻ റഹ്മാൻ്റെ വേർഷൻ തന്നിട്ടുണ്ട്. ആ തന്ന വേർഷനിലുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ പറയുന്നത്. എൻ്റെ കയ്യിൽ ഷാൻ റഹ്മാൻ്റെ ഈ പറഞ്ഞ ഒരു വോയിസോ കാര്യങ്ങളോ ഒന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ലാത്തത് കൊണ്ടും ഷാൻ റഹ്മാൻ സംസാരിച്ചത് ഞാൻ കേട്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതായത് ഞങ്ങളെ കോൺവെർസേഷനിൽ ഞാൻ ചോദിച്ച കാര്യങ്ങളും എന്നോട് ഷാൻ റഹ്മാൻ പറഞ്ഞ കാര്യങ്ങളും. ഫസ്റ്റ് തിങ്, ഈ 25 ലക്ഷം രൂപയുടെ കാര്യം, 25 lakhs എന്ന് പറഞ്ഞ ഇതിൽ വന്നിട്ടുണ്ടായിരുന്ന ഓരോ സിംഗേഴ്സ്, ഓക്കെ, ഇവർ കൊണ്ടുവരാം എന്ന് കമ്മിറ്റ് ചെയ്ത 25 lakhsന് ഈ എറ്റേണൽ റേ ഈ പറഞ്ഞ ഇതിൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഓരോരുത്തരും കൊണ്ടുവരാൻ ചിലവാക്കുമെന്ന് പറഞ്ഞ 25 lakhs. ആ 25 lakhs എറ്റേണൽ റേ ഇവർക്ക് കൊടുത്തു അല്ലെങ്കിൽ ചിലവാക്കി എന്നുള്ളതാണ് അവരുടെ വേർഷൻ. അതിനകത്ത് നിജു ആണ് ഇവരുടെ ഈ ലാൻഡിങ് എക്സ്പെൻസുകൾ, ഹോട്ടൽ, ഫ്യൂവല്, അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ ഈ പറഞ്ഞ ബാക്കി ഫുഡ്, അക്കോമഡേഷൻ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എടുത്തത്. അപ്പോൾ ഈ 25 lakhsൻ്റെ കാര്യം എന്താണ്, എങ്ങനെയാണ് 60-40 സ്പ്ലിറ്റിനെ കുറിച്ച് നിജു പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഷാൻ റഹ്മാൻ പറഞ്ഞത്, ഇനീഷ്യൽ സ്റ്റേജിൽ ഞങ്ങൾക്ക് ഇതേപോലെ ഒരു സ്പോൺസറെ കിട്ടാതെ ഷോൻ്റെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹെഡേക്ക് ആയിട്ടിരിക്കുന്ന സമയത്ത് നിജു ഇനീഷ്യേറ്റ് ചെയ്തിട്ടാണ് വന്നിട്ട് ഇവരോട് പറഞ്ഞ് 25 lakhs നിജു കൊടുക്കാം. ഓക്കെ, 25 lakhs നിജു കൊടുക്കാം. 25 lakhs നിജു കൊടുക്കുകയാണെങ്കിൽ നിജുവിന് 60-40, ഓക്കെ, 60% ഈ ഷോൻ്റെ പ്രോഫിറ്റ് നിജുവിന് കൊടുക്കാം, 40 ഷാൻ റഹ്മാൻ്റെ ടീം എടുക്കും. ഫൈൻ. അപ്പം 25 lakhs നിജു കൊടുക്കുക എന്ന് പറഞ്ഞതിന് ശേഷം വെറും 5 ലക്ഷം രൂപയാണ് നിജു തന്നത് എന്നും 20 ലക്ഷം രൂപ നിജു തന്നതേയില്ല. നിജു എന്തുകൊണ്ട് തരുന്നില്ല എന്നുള്ളത് ഷാൻ റഹ്മാൻ്റെ കൂടെ നിൽക്കുന്ന പലരും ഷാൻ റഹ്മാനോട് ചോദിച്ചിട്ടുണ്ട്. ഇവന് ഒന്നും തരാതെ ഈ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് മെയിനായിട്ട് ഇത് കൂടി ഇവനാണ് പ്രൊഡ്യൂസർ, ഇവനാണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഷാൻ റഹ്മാൻ്റെ ഇവൻറ്റുകളുടെ പ്രൊഡ്യൂസർ ഇവനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് ആ വ്യക്തികൾ നടക്കുന്നു, കാശ് എന്തുകൊണ്ട് മേടിച്ചില്ല എന്ന് ഷാൻ റഹ്മാനോട് ചോദിക്കുന്ന സമയത്ത് ഷാൻ റഹ്മാൻ ക്രിയേറ്റീവായിട്ടുള്ള ഈ കാര്യങ്ങളും ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ അത് മൈൻഡ് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ഷാൻ റഹ്മാൻ്റെ ഭാഗത്തുനിന്നും ഒരു തരത്തിലും എന്ത് വന്നില്ല, ഇങ്ങനൊരു എഗ്രിമെൻ്റ് വെക്കാനുള്ളൊരു സീൻ വന്നില്ല. അപ്പുറത്ത് നിജുവിൻ്റെ ഭാഗത്തുനിന്നും എഗ്രിമെൻ്റ് സീനിലേക്ക് വരുമ്പോൾ എഗ്രിമെൻറ്റ് പേപ്പറിനകത്ത് ഈ കമ്പനിയുടെ പേര് മാറിയത്, അത് ഞാൻ ഷാൻ റഹ്മാനോട് കൃത്യമായി ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഈ കമ്പനിയുടെ പേര് വേറെ വേറെ. അതിനെനിക്ക് അന്ന് ക്ലിയർ ആയിട്ട് ഷാൻ റഹ്മാൻ ഒരു ഉത്തരം തന്നിട്ടുണ്ടായിരുന്നില്ല. അത് നോക്കിയിട്ട് പറയാം എന്നായിരുന്നു ഷാൻ റഹ്മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ വളരെ ക്ലിയറാണ്, ടോപ്പിൽ കൊടുത്തത് എറ്റേണൽ റേ എന്നും അടിയിൽ വരുമ്പോഴത്തേക്കും വേറൊരു കമ്പനിയുടെ പേരാണ് നിങ്ങൾ കണ്ട പോലെ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ഷാൻ റഹ്മാൻ്റെ വേർഷൻ്റെ അകത്ത് 25 ലക്ഷം രൂപ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ
60-40 സ്പ്ലിറ്റ്. ആ 25 ലക്ഷം രൂപ ഇടാമെന്ന് പറഞ്ഞ് നിജു ഇട്ടില്ല. 5 ലക്ഷം രൂപ മാത്രമാണ് ഇട്ട്. ആ 5,90,000 5 ലക്ഷം രൂപ തിരിച്ച് നിജുവിന് അയച്ചു കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. അപ്പം പൈസ ഇടാത്ത 25 ലക്ഷം രൂപ ഇടാത്ത ഒരാൾക്ക് ഞങ്ങൾ എന്തിന് പ്രോഫിറ്റ് കൊടുക്കണം സായി? നമ്പർ 1 അവർ ചോദിച്ചത്. നമ്പർ 2 അവർ ചോദിച്ചൊരു കാര്യം, പ്രൊഡക്ഷൻ നിജു ചെയ്യാമെന്നാണ് കമ്മിറ്റ് ചെയ്തത്. ഓക്കെ, പ്രൊഡക്ഷൻ നിജു ചെയ്യാമെന്നാണ് കമ്മിറ്റ് ചെയ്തത്. പ്രൊഡക്ഷൻ നിജു ചെയ്യുമ്പോൾ നിജുവിന് ഫ്യൂച്ചറായിട്ട് ഇവരുടെ ഒപ്പം അസോസിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി, പ്ലസ് നിജുവിൻ്റെ ബ്രാൻഡ്, ഇവർ കൊടുക്കുന്ന ഓരോ പോസ്റ്റേഴ്സിലും കൊളാബറേഷൻസിലും ഓരോ പ്രമുഖ സെലിബ്രിറ്റീസ് ഇത് ഷെയർ ചെയ്യുന്നതും വെച്ച് നിജുവിൻ്റെ കമ്പനിക്ക് കിട്ടാവുന്നതിലും ഏറ്റവും വലിയ പ്രമോഷൻ അല്ലേ ഇതിലൂടെ കിട്ടിയത്, അറോറ എൻ്റർടൈൻമെൻറ്റിന് കിട്ടിയത്. അതിപ്പോൾ ഈ ദുൽഖർ ഷെയർ ചെയ്തതടക്കം എല്ലാം ഇവർ എടുത്തു പറയുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചത് അറോറ എൻ്റർടൈൻമെൻറ്റിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു ലാഭം പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കണമെന്നോ പ്രതീക്ഷിച്ചിട്ടോ അല്ല, ഞങ്ങളോട് പറഞ്ഞ ടേംസിൽ വെച്ചിട്ട് നിജു പറഞ്ഞിട്ടുണ്ടായിരുന്നത് 25 ലക്ഷം രൂപ നിജു ഇടുമെന്നും പ്ലസ് പ്രൊഡക്ഷൻ മൊത്തം എടുക്കുമെന്നുമാണ്. നിജു പ്രൊഡക്ഷൻ മൊത്തം എടുത്തു. നിജുവിന് കിട്ടേണ്ട വിസിബിലിറ്റി ഏതിലൂടെ കിട്ടി? ഇവരുടെ പ്രമോഷൻ പർപ്പസിലൂടെ നിജുവിൻ്റെ അറോറ എൻ്റർടൈൻമെൻറ്റ്സിന് കിട്ടി എന്നുള്ളതാണ് ഇവരുടെ വേർഷനിലേക്ക് പോകുന്നത്. ഓക്കെ, ഇതാണ് നിജു ഇവരോട് കൺവേ ചെയ്തു, നിജു ഇവരോട് സംസാരിച്ചു, എന്നിട്ട് നിജു ഇതിൻ്റെ ഭാഗമായിട്ട് നിന്നു എന്ന് പറഞ്ഞ് ഷാൻ റഹ്മാനും വൈഫിൻ്റെയും ഭാഗത്തു നിന്ന് വരുന്നൊരു എക്സ്പ്ലനേഷൻ. പിന്നെ ഈ ബുക്ക് മൈ ഷോയിൽ ഇത്ര ഒരു എമൗണ്ട് വന്നു എന്ന് വെച്ചപ്പോൾ ഷാൻ റഹ്മാൻ്റെ വൈഫുമായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് ഇത്ര എമൗണ്ട് വന്നിട്ടുണ്ടെന്നും അതിന് GSTയും ബാക്കി കമ്മീഷൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതും, ബാക്കി ഇവരുടെ സ്പോൺസർഷിപ്പ് എമൗണ്ടുകൾ എത്രയെന്നുള്ളത് അത് ഞാൻ ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പോൺസർഷിപ്പ് വന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അതിൻ്റെ പെർട്ടിക്കുലർ എമൗണ്ട്സ് ഞാൻ ചോദിച്ചില്ല, ബിക്കോസ് അവർക്കത് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അവർ ചെയ്യേണ്ട, ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് അപ് ടു ദം. അപ്പം അങ്ങനെ ഷാൻ റഹ്മാൻ്റെ വൈഫിനോട് സംസാരിച്ച സമയത്ത് ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട്, അതേപോലെ ടിക്കറ്റിൻ്റെ ഈ പറഞ്ഞ ഇവരുടെ പെർട്ടിക്കുലർ ഹാൻഡിൽ ക്രെഡൻഷ്യൽസ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ഷാൻ റഹ്മാൻ്റെ വൈഫ് അല്ലെങ്കിൽ ഷാൻ റഹ്മാൻ പറഞ്ഞിട്ടാണ് എന്നുള്ളതായിരുന്നു നിജുവിൻ്റെ വേർഷൻ. ഓക്കെ, നിജുവിൽ നിന്ന് ഈ ബുക്ക് മൈ ഷോയുടെ എല്ലാ ലോഗിൻ ക്രെഡൻഷ്യൽസും അവരുടെ ഒരു ടീമിന് പെർട്ടിക്കുലറായിട്ട് ഒരാൾക്ക് അതിന് വേണ്ടി ഷാൻ റഹ്മാൻ്റെ വൈഫിനോട് ഞാൻ ചോദിച്ച സമയത്ത് ഷാൻ റഹ്മാൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യം, ഒരാൾ ഇതിരുന്ന് നോക്കണം, ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾ എത്രത്തോളം ബുക്കിങ്സ് വരുന്നുണ്ട്, ഇതിനൊരാൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നോക്കണം. അത് നിജുവിനെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് വേറൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്തു, ഒറ്റയ്ക്കൊരാളിരുന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു പോർഷൻ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ സംശയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ ഷോയുടെ ഭാഗമായിട്ട് ഒരു ഡ്രോൺ പറത്തിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ നിജു ഈ ഷോ നടക്കുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വരെ കയറി അവിടെയായിരുന്നു ഷോ കാണാൻ നിജുവിന് പറ്റിയിട്ടില്ല എന്ന് പറയുന്നു. ആ ഡ്രോൺ ഡ്രോണിൻ്റെ പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടും ഈ ഷോൻ്റെ ഭാഗമായിട്ട് വന്ന ടീം ഡാൻസ് കളിക്കാനെങ്ങാണ്ട് കയറിയ സമയത്ത് ഷാൻ റഹ്മാൻ്റെ വൈഫ് പറത്തിക്കോളാൻ പറഞ്ഞു. ഒരു 15 മീറ്ററിൻ്റെ എങ്ങാണ്ട് കണക്കൊക്കെ അവർ പറയുന്നുണ്ട്. ആക്ച്വലി ഈ ഡ്രോണ് പറത്തിയതും പറത്താത്തതും അതൊന്നും ഇതിൻ്റെ ഒരു ഫാക്ടറായിട്ട് ഞാൻ എടുക്കുന്നില്ല. ബട്ട് എല്ലാ കംപ്ലയിൻസും പറഞ്ഞ കൂട്ടത്തിലുള്ള കംപ്ലയിൻ്റ് ആണ്. ഈവൻ ഇതിനകത്ത് വന്ന ആർട്ടിസ്റ്റുകളടക്കമുള്ളവർ പ്രൊഡക്ഷനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞു എന്നൊക്കെ ഷാൻ റഹ്മാനും വൈഫും സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചു. ഇത് കംപ്ലീറ്റ് ഇപ്പം ഞാൻ ഷാൻ റഹ്മാനോടും വൈഫിനോടും സംസാരിച്ച സമയത്ത് പറഞ്ഞൊരു വേർഷൻ. ആൻഡ് ഇത് മാത്രമല്ല, ഷാൻ റഹ്മാനും വൈഫും വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിജു കണ്ടിന്യൂസ്ലി ഷാൻ റഹ്മാൻ്റെ വൈഫിനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് അവർ തമ്മിലുള്ള കാര്യങ്ങൾ ഒരു വേർബൽ സ്പാറ്റിലേക്ക് പോയ രീതിയിൽ ഷാൻ റഹ്മാൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാൻ റഹ്മാൻ്റെ വീട്ടിലെ ആംബിയൻസ് ആണെന്നുണ്ടെങ്കിലും ഒരു വ്യക്തി രാവിലെ മുതൽ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു വ്യക്തി രാവിലെ മുതൽ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയുന്നു. സോ ഷാൻ റഹ്മാൻ്റെ വൈഫാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു ഡിപ്രഷൻ്റെ മൂഡിലേക്ക് പോയി എന്നും അവരുടെ ലൈഫിൽ അവരുടെ കുട്ടിയടക്കമുള്ളവർ കാണുമ്പോൾ ഇവരുടെ ഈ ഫോൺ കോളും വർത്താനവും കാര്യങ്ങളുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, വീട്ടിലൊരു മൊത്തമുള്ള ഒരു ആംബിയൻസ് തന്നെ വളരെ മോശമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. വൈഫിനെ ഷാൻ റഹ്മാൻ അത്ര മോശമായ സിറ്റുവേഷനിൽ കാണാൻ തുടങ്ങിയിട്ടില്ല എന്നും അതൊരു ഭയങ്കര അവരുടെ ലൈഫിൽ മൊത്തം ഒരു വളരെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി എന്നുള്ളതും ഷാൻ റഹ്മാനും വൈഫും എന്നോട് പേഴ്സണലി പറഞ്ഞ കാര്യമാണ്. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ സംസാരിച്ച് നിജുവിൻ്റെ അവസ്ഥകൾ കേട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ അവർക്ക് ഇതൊരു വിഷയം ലൈക്ക് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ലേറ്റർ ഓൺ നിജു വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അവർക്കൊരു പറഞ്ഞ ഒരു ഓവർ ഡൂയിങ് ആയിട്ട് തോന്നി എന്നുള്ളത് കൊണ്ട് ഷാൻ റഹ്മാൻ വളരെ പ്രൊവോക്കായിട്ട്
നിജുവിന് കുറേ മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഷാൻ റഹ്മാൻ എന്നോട് പറഞ്ഞു. അത് വൈഫുമായിട്ടുള്ള സംസാരങ്ങൾ സംസാരിച്ച് ഷാൻ റഹ്മാൻ നോക്കുമ്പോൾ വൈഫിൻ്റെ ഒരു കംപ്ലീറ്റ് മൈൻഡ് സെറ്റ് മാറിപ്പോകുന്നു, ആ വ്യക്തിയും ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് പോകുന്നു. അപ്പോൾ ആസ് എൻ ഹസ്ബൻഡ് കണ്ടപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഷാൻ റഹ്മാൻ്റെ വേർഷൻ. ഫൈൻ. ആൻഡ് റീസെൻ്റ്ലി ആണെന്നുണ്ടെങ്കിൽ ഇഷ്യൂസൊക്കെ നടക്കുന്ന സമയത്തും ഇവരുടെ ഫാമിലിയും ഭയങ്കരമായിട്ടുള്ളൊരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് എന്നുള്ളത് ഷാൻ റഹ്മാൻ എനിക്ക് കൃത്യമായിട്ട് കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതും കൂടി ഞാൻ പറയണം. ഓൾറെഡി നിജുവിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇത്രയും പൈസ നഷ്ടം സംഭവിച്ചു എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പല പല പ്രശ്നങ്ങളിലൂടെ ഇനിയും കുറേ സെറ്റിൽമെൻറ്റ്സ് നടത്താനുണ്ടായി നിൽക്കുന്ന നിജു. അതായത് ഈ ഷോ ഓൾറെഡി സക്സസ്ഫുൾ ആണ്, ഫിനാൻഷ്യൽ ടേംസിൽ സക്സസ്ഫുൾ ആണ് എന്നുള്ളത് അറിഞ്ഞിട്ട് അതിൽ നിന്ന് ₹1 പോലും പ്രൊഡക്ഷൻ്റെ സൈഡിലേക്ക് ചിലവാക്കിയ പൈസയിലേക്ക് കിട്ടുന്നില്ല എന്ന് അറിഞ്ഞ് അതിന് കിട്ടാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് വരുന്നൊരു തരം ഡിപ്രസ്ഡ് സ്റ്റേജ് ഉണ്ട്. ഓക്കെ, അതാണ് നിജുവിൻ്റെ സ്റ്റേജ്. അത് കാശ് പോയ അവൻ്റെ സങ്കടവും കാശിന് കിട്ടുമോ ഇല്ല എന്നുള്ളതിൻ്റെ അവൻ്റെ ഉറപ്പില്ലായ്മയാണ്. അപ്പുറത്തെ സൈഡിൽ ഷാൻ റഹ്മാൻ അല്ലെങ്കിൽ വൈഫ് പറയുന്നത് ഷോ ഫിനാൻഷ്യലി സക്സസ്ഫുൾ അല്ല എന്നുള്ളൊരു വേർഷൻ തന്നെയാണ് അവരെന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇന്ന് വിളിച്ചപ്പോഴും ഷാൻ റഹ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഫ് ദാറ്റ്സ് ദ കേസ് നിങ്ങൾ നിജുവിനോട് പറഞ്ഞു കൊടുക്ക്, കാര്യങ്ങൾ എടുത്ത് കാണിച്ച് വെച്ച് കൊടുക്ക്. നിങ്ങൾ പറയുന്നു ഷോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇരുന്നു എന്നും ബുക്ക് മൈ ഷോയിൽ നിങ്ങൾ വന്ന ടിക്കറ്റ്സിൻ്റെയും അല്ലെങ്കിൽ ഇത് ലോസ് ആണെന്നുള്ളത് നിജുവിന് കാണിച്ചു കൊടുത്തു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. അത് നിങ്ങളൊരു മീഡിയേറ്റർ വെച്ച് നിങ്ങൾ സംസാരിച്ചത് നിജുവിന് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ വേറെ വിഷയങ്ങളൊന്നുമില്ലല്ലോ. ഈ ഷോ സക്സസ്ഫുള്ളാണ്, ഇതിനകത്ത് നിന്ന് ഇത്രയും റവന്യൂ വന്നിട്ടുണ്ട്. ഇപ്പം 39 ലക്ഷം 38 ലക്ഷം രൂപ ടിക്കറ്റിൽ തന്നെ വന്നു, പ്ലസ് ഇതിൻ്റെ ബാക്കി ഇവർക്ക് കിട്ടിയ പ്രൊമോഷൻസ്, ബാക്കി കമ്പനീസും ബാക്കിയുള്ളവരും കൊടുത്ത പൈസ, അതിപ്പോൾ വാട്ട് എവർ ദ ഫിഗർ 20 or 25 lakhs എല്ലാം കൂടി ടോട്ടലി കൂട്ടി നോക്കുമ്പോൾ എങ്ങനെ പോയാലും 10-55 ലക്ഷം രൂപയുടെ ഒരു കണക്ക് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 25 ലക്ഷം രൂപ എറ്റേണൽ ആർട്ടിസ്റ്റിൻ്റെ റേറ്റിന് വേണ്ടി ഇട്ട പൈസ എടുത്തു കഴിഞ്ഞാൽ അടക്കം there will be 25 lakhs to 20 or 25 lakhs. എല്ലാ ടാക്സും 20-25 ലക്ഷം കാണുമല്ലോ. അപ്പം ആ എമൗണ്ട് അതാണ് നിജു ചോദിക്കുന്നത്. അവന് 39 ലക്ഷം അവൻ ചിലവാക്കിയിട്ടുണ്ടെങ്കിലും ഈ വന്ന പൈസ അത്രയെങ്കിലും എമൗണ്ട് അവന് നഷ്ടം പറ്റാത്ത രീതിയിലുള്ളൊരു എമൗണ്ട്, അതാണ് നിജു ഡിമാൻഡ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനൊരു എമൗണ്ടുകളുടെ കണക്കുകളില്ല, അല്ലെങ്കിൽ ഈ വന്ന എമൗണ്ടുകളുടെ കണക്കുകളിൽ ഇത് നഷ്ടമാണ്, അല്ലെങ്കിൽ ഈ എമൗണ്ട് വന്നതിൽ നിന്ന് ഒരു എഗ്രിമെൻ്റ് ഇല്ലാത്തത് കൊണ്ടും നിജു ഇവരോട് സംസാരിച്ചത് ഈ പറഞ്ഞ 60-40 ടേംസിലല്ല. നിജു 25 ലക്ഷം ഇടാമെന്നും പ്ലസ് പ്രൊഡക്ഷൻ ചെയ്യാമെന്നും എന്നും പറഞ്ഞു വന്ന നിജു ഇപ്പോൾ പൈസ എന്തിനു ചോദിക്കുന്നു എന്നുള്ളതുമാണ് ഷാൻ റഹ്മാനും വൈഫും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ബെറ്റർ ഇത് കോർട്ട് കേസ് കാര്യങ്ങളെന്ന് പറഞ്ഞ് പോവട്ടെ. അതുതന്നെയാണ് അതിൻ്റെ ബെറ്റർ സ്റ്റേജ് എന്ന് എനിക്കും പേഴ്സണലി ഫീൽ ആവുന്നു. ഇനി അല്ലാതെ ഇത് ഇരുന്ന് സംസാരിച്ച് തീർക്കാനുള്ള മൂഡിലാണെങ്കിൽ അവർക്ക് ഇരുന്ന് സംസാരിക്കാം. ഇല്ല സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ബാക്കി കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ വരാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷാൻ റഹ്മാൻ്റെ ഭാഗം ഈ ഷാൻ റഹ്മാൻ വന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഞാൻ ഇടുന്നതാണ്. ഇല്ല നിജുവിൻ്റെ ബാക്കി ഇനിയും കുറച്ച് സോഴ്സുകൾ കൊണ്ടുണ്ട്, ഇനിയും കാര്യങ്ങൾ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ അതും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ.